ഓക്കെ, ഞാൻ റെഡി. ഓക്കെ, അല്ല അജിബ്രദറിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. 3:27 ആവും. അല്ല, ഡിബേറ്റ് സ്ട്രക്ചർ ഒന്നുകൂടെ വായിക്കണോ? വേണ്ട 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 ഇറ്റ്സ് ഓൾ. അതിന്റെ റീപ്ലൈ ഇല്ലായിരുന്നു. റീപ്ലൈയിൽ ഒന്നുകൂടെ വേണമെങ്കിൽ വായിക്കാം. ഇല്ല, കുഴപ്പമില്ല, നമുക്ക് റിട്ടേൺ ഉണ്ടല്ലോ കയ്യില്. ഡോണ്ട് വറി. ഓരോ സെഷന് മുമ്പിൽ എന്താ സംഭവിക്കണെന്ന് പറഞ്ഞേച്ചാൽ മതി, മനസ്സിലായോ? സോ യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് ഓൾ ഓവർ അഗൈൻ. ഇപ്പൊ ഇത് പ്രസന്റേഷൻ ടൈം ആണ്. അജി ബ്രദറിന്റെ പ്രസന്റേഷൻ ടൈം 30 minutes. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ വലിയ നാമത്തിൽ ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഖുർആന്റെ സുരക്ഷിതത്വത്തിൽ ആർക്കെങ്കിലും അണുവോളം സംശയമുണ്ടെങ്കിൽ സംശയ നിവൃത്തി വരുത്തുക സുസാധ്യമാണ്. പശ്ചിമാഫ്രിക്കയിലെ പുസ്തകക്കടയിൽ നിന്നൊരു കോപ്പി വാങ്ങിച്ച് ജാവയിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരാൾ പാരായണം ചെയ്യുന്നതുമായി അതിനെ തട്ടിച്ചു നോക്കിയാൽ, ഒരാൾ പാരായണം ചെയ്യുന്നതായി അതിനെ തട്ടിച്ചു നോക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അത് ലോകത്തിലെ വൻകിട ലൈബ്രറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉസ്മാന്റെ ആ ഖുറാന്റെ കാലത്തോളം പല നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മുസഫുകൾ ഒത്തുനോക്കിയാൽ ഒരു വള്ളി പുള്ളി വ്യത്യാസം ഇന്ന് കണ്ടുപിടിച്ചാൽ അത് വലിയ സംഭവമായിരിക്കും എന്ന് 10-15 വർഷം മുമ്പ് നമ്മുടെ എം അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്ത് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകം പറയുന്നുണ്ട്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹു കറപ്റ്റഡ് ഖുറാൻ, വെൻ വാസ് ഇറ്റ് കറപ്റ്റഡ്, വേർ വാസ് ഇറ്റ് കറപ്റ്റഡ്, വൈ വാസ് ഇറ്റ് കറപ്റ്റഡ് ആൻഡ് വാട്ട് എവിഡൻസ് വി ഗോട്ട് ഫോർ ദാറ്റ്. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സഹീഹ് ബുഖാരി വാല്യം 6/509 യമാമ യുദ്ധത്തിൽ ഖുറാൻ മനഃപ്പാഠമാക്കിയിരുന്ന പലരും മരിച്ചതിനാൽ ഖുറാൻ ശേഖരിക്കാൻ ആവശ്യപ്പെട്ടു. സയ്യിദ് ആദ്യം വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ പോലും ഇത് ഒരുമിച്ച് സമ്മതിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം ഖുറാൻ ശേഖരിച്ചത് പനയോലകളിൽ നിന്നും വെള്ളക്കല്ലുകളിൽ നിന്നും മനുഷ്യരുടെ ഓർമ്മകളിൽ നിന്നുമായിരുന്നു. ഒരു വ്യക്തിയുടെ കൈവശം ഒരു വചനം, ഒരു വ്യക്തിയുടെ കൈവശം മാത്രമേ ഒരു വചനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഗ്രന്ഥം എഴുതി ഹഫ്സയുടെ, അതായത് മുഹമ്മദിന്റെ ഒരു ഭാര്യയുടെ കൈ കൊടുത്തു. അദ്ദേഹം അത് 20 വർഷത്തോളം അവരുടെ കട്ടിലിന്റെ അടിയിൽ സൂക്ഷിച്ചു. ഖുറാൻ ചരിത്രമാണ്. ധാരാളം ഖാരികൾ മരിച്ചു. ഭാവിയിൽ മറ്റു പ്രദേശങ്ങളിലും ഖാരികൾക്കിടയിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുമെന്ന് ഭയക്കുന്നു എന്ന് ഉമർ പറഞ്ഞപ്പോൾ, അങ്ങനെ ഖുറാന്റെ ധാരാളം ഭാഗങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയമുണ്ട് എന്ന് ഉമർ പറഞ്ഞപ്പോൾ, ഖുറാൻ ശേഖരിക്കാൻ കൽപ്പന ഇറക്കണമെന്ന് എൻ്റെ അഭിപ്രായം എന്ന് ഉമർ പറഞ്ഞപ്പോൾ, അങ്ങനെ അവർ ഖുറാൻ ശേഖരിക്കാൻ തുടങ്ങി. തൊലികളിൽ നിന്ന്, ഈന്തപ്പനയുടെ ഇലക്കാമ്പുകളിൽ നിന്ന്, കല്ലുകളിൽ നിന്ന്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന്. അങ്ങനെ സൂറത്ത് ബാറയുടെ അവസാന ഭാഗം ഖുസൈമ ബിൻ താബിദിന്റെ അടുക്കൽ നിന്ന് ഞാൻ കണ്ടെത്തി. ഇത് ജാമിഅ തിർമിദി 3104. ഇത് കൂടാതെ ഇത് ആദ്യത്തെ കമ്പൈലേഷനാണ്. അതായത് നമ്മൾ ഒറിജിനൽ ഖുറാൻ മുഹമ്മദ് കിട്ടിയതിന്റെ കോപ്പിയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി കോപ്പിയാണ് കാണാൻ പോകുന്നത്. സഹീഹ് ബുഖാരി വാല്യം 6/510 സയ്യിദിനൊപ്പം 3 പേരെ കൂടി സഹായത്തിനായിട്ട് നിയോഗിച്ചു. അസുബൈർ, അൽ-അസ്, ഇബ്നു ഹിഷാം. അവരുടെ ഖുറൈശി ഭാഷയിൽ എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചു, നിർദ്ദേശിച്ചു. അത് രണ്ടാമത്തെ കോപ്പിയാണ്. അതായത് ആദ്യം അള്ളാഹയുടെ കോപ്പി, അതിന്റെ കോപ്പി, അതിന്റെ കോപ്പി. ഇപ്പൊ കോപ്പികളുടെ കോപ്പി. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്രിറ്റിസിസം ഇന്റേണൽ ക്രിറ്റിസിസം ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം, 2 ക്രിറ്റിസിസമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്റേണൽ ക്രിറ്റിസിസത്തിൽ നമ്മൾ ഇസ്ലാമിക് സോഴ്സസിനെ എടുക്കും. ഇസ്ലാമിക് സോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രെഡിബിൾ ആയിട്ടുള്ള ഇസ്ലാമിക് ഹിസ്റ്ററി പറയും. നമ്മളായിട്ട് ക്രിസ്ത്യാനികൾ കൊണ്ടുവന്നല്ല, ക്രെഡിബിൾ ഇസ്ലാമിക് ഹിസ്റ്ററി മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, കിതാബുൽ മസാഹിഫ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ആധികാരിക ചരിത്ര ഗ്രന്ഥങ്ങളിലൊന്നായ കിതാബുൽ മസാഹിഫ് നമ്മൾ ഗ്രന്ഥമായിട്ട് എടുക്കും. അത് കൂടാതെ തന്നെ അൽ ഇത്ഖാൻ എന്ന് നമ്മൾ എടുക്കും. ഫത്തൽ ബാരി, ഈ 3 ഗ്രന്ഥങ്ങളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ പ്രസന്റേഷൻ ഞാൻ പിന്നാലെ എപ്പോഴെങ്കിലും പ്രസിദ്ധീകരിക്കുന്നതാണ്. ഫത്തൽ ബാരിയിൽ തന്നെ ഇത് ആരാണ്, ഇപ്പൊ നമുക്കറിയാലോ, ഒരു ചരിത്രത്തിന്റെ ഒത്തന്റിസിറ്റി പരിശോധിക്കുമ്പോൾ അതിനൊരു ക്രെഡിബിലിറ്റി വേണമെങ്കിൽ അതിനകത്ത് കോൺട്രഡിക്ഷൻ പറ്റില്ല. ഫത്തൽ ബാരിയിൽ പറയുന്നത് അബൂബക്കർ ആണ് ഈ പറഞ്ഞ ഖുറാൻ ശേഖരിച്ചതെന്നാണ്. എന്നാൽ കിതാബുൽ മസാഹിബിൽ പറയുന്നത് സലീമാണ് ചെയ്തതെന്നാണ്. ഇത്ഖാനിൽ പറയുന്നത് ഇത് 2 പേരും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കല്ലേടി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കറിയാമോ, മുഹമ്മദ് ഒരിക്കലും ഈ ഖുറാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പൊ മുഹമ്മദ് ഇറക്കി തന്ന, ഇവിടെ ഡിബേറ്റിന്റെ വിഷയം ഇതായിരുന്നു, മുഹമ്മദ് ഇറക്കി തന്ന ഈ ഖുറാൻ പിന്നെ കുത്തിന് കുത്തും പുള്ളിക്ക് പുള്ളി മാറിയിട്ടില്ല എന്ന് പറഞ്ഞ ഈ ഖുറാൻ മുഹമ്മദ് ഒരിക്കലും കണ്ടിട്ടില്ല. അത് പറഞ്ഞവരും പറയാം അത് വാക്കിനാലാണ്. ഈ വാക്കിനാലുള്ളതും കമ്പയർ ചെയ്തതും മുഹമ്മദ് കണ്ടിട്ടില്ല.
സയ്യിദ് ബിൻ താബിത്ത് പറയാണ്, സയ്യിദ് ബിൻ താബിത്ത് റിപ്പോർട്ടഡ് ദ പ്രോഫറ്റ് പാസ്ഡ് അവേ ആൻഡ് ദ ഖുറാൻ ഹാഡ് നോട്ട് ബീൻ കളക്റ്റഡ് ഇൻ ടു വൺ തിങ്. ഇതുവരെ മുഹമ്മദ് മരിക്കുന്നതിന് വളരെ നാളുകൾക്ക് ശേഷവും ഈ ഖുറാൻ ഒരിക്കലും കളക്ട് ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഖുറാൻ കളക്ട് ചെയ്യാനുള്ള സാഹചര്യം? ഹുദൈഫയ്ക്ക് അവരുടെ ഖുറാൻ ഓതുന്നതിൽ വ്യത്യാസം ഭയമുണ്ടാക്കി. അവരൊരു യുദ്ധത്തിന്റെ സമയത്ത് ഒരു സ്ഥലത്ത് വരുന്നപ്പോൾ അവര് ഖുറാൻ പലരും ഓതുന്നു കേട്ടു. അദ്ദേഹം ഉസ്മാനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, യഹൂദരും നസ്രാണികളും തങ്ങളുടെ ഗ്രന്ഥത്തിൽ വ്യത്യാസപ്പെട്ടതുപോലെ ഈ ഉമ്മത്ത് ഖുറാന്റെ കാര്യത്തിൽ വ്യത്യാസപ്പെടുന്നതിന് മുമ്പ് ഇവരെ രക്ഷിക്കുക. അതായത് ഇത് ഹദീസ് നമ്പർ 4987 സഹീൽ ബുഖാരിയാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ നോക്കുക, മുഹമ്മദ് ഈ ഖുറാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്? പലരും പല രീതിയിൽ ഖുറാൻ ഓതുന്നു. ഓക്കെ, ഇനി വേറൊരു അധ്യാപകൻ ഒരാളുടെ വായനാ രീതി പഠിപ്പിക്കുകയും മറ്റൊരു അധ്യാപകൻ മറ്റൊരാളുടെ വായനാ രീതി പഠിപ്പിക്കുകയും ചെയ്തു. കുട്ടികൾ കൂടുമ്പോൾ തമ്മിൽ വഴക്കിട്ടു. പിന്നീട് അത് അധ്യാപകരിലേക്ക് എത്തി. നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇങ്ങനത്തെയുള്ള സംഭവങ്ങൾ. അവസാനം ചിലരെ ഒരധ്യാപകൻ വേറൊരു അധ്യാപകനെ കാഫിർ എന്ന് വരെ വിളിച്ചു. അതായത് ഇങ്ങനെയാണ് ഖുറാൻ കമ്പൈലേഷൻ. അതായത് കോപ്പിയെ പറ്റിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇത് വിവരം ഉസ്മാന്റെ അടുത്തെത്തി. അദ്ദേഹം ജനങ്ങളോട് പ്രസംഗിച്ചു, നിങ്ങൾ എന്റെ മുമ്പിൽ തന്നെ വ്യത്യാസപ്പെടുന്നു. ഇവിടെ നിങ്ങൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെയാണെങ്കിൽ ദൂരെ പ്രവേശികളുടെ കാര്യം ഇതിലും ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇതിന്റെ കമ്പൈലേഷനുള്ള കാരണം. ബഖറ സൂറത്തിലെ ഒരു ആയത്തിൽ അവർക്കിടയിൽ അഭിപ്രായ ഭേദമുണ്ട്. ഒരാൾ ഹജ്ജും ഉംറയും അല്ലാഹുവിന് വേണ്ടി പൂർത്തിയാക്കുക എന്നും മറ്റേയാൾ ഹജ്ജും ഉംറയും ബൈത്തിന് വേണ്ടി പൂർത്തിയാക്കുക എന്നും മോദി. ഹുദൈഫയ്ക്ക് ദേഷ്യം വന്നു, അയാളുടെ കണ്ണുകൾ ചുവന്നു. ഇത് കിതാബൽ മസാഹിഫിൽ എഴുതിയിരിക്കുന്ന അബി ദാവൂദ് എഴുതിയിരിക്കുന്നതാണ്. അതായത് ഇദ്ദേഹത്തിന്റെ ഭാഷ്യം അനുസരിച്ച് അല്ലാഹുവും ബൈത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ദേവാലയം, ഇത് രണ്ടും ഒന്നായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ആ സൂഫുകൾ, അതായത് നമ്മൾ ആദ്യം കണ്ട സുഹൂഫുകൾ അബൂബക്കറിന്റെ അടുത്തായിരുന്നു. അദ്ദേഹം മരിക്കുന്നത് വരെ പിന്നീട് ഉമറിന്റെ അടുത്തായിരുന്നു. അദ്ദേഹം മരിക്കുന്നത് വരെ പിന്നീട് ഉമറിന്റെ മകൾ ഹഫ്സയുടെ അടുത്തായിരുന്നു. ഇത് നമ്മൾ ഇബ്നു അബീ ദാവൂദില് നമുക്ക് ഇതേ കാര്യം തന്നെ കാണാൻ പറ്റും. അപ്പൊ കോപ്പിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹഫ്സ ആ സുഹൂഫുകൾ ഉസ്മാനിലേക്ക് അയച്ചു. അദ്ദേഹം സയ്യിദ് ബിൻ താബിത്തിനെയും അബ്ദുല്ല ബിൻ സുബൈദിനെയും സയ്യിദ് ബിൻ അന്റിനെയും എല്ലാവരെയും കൂട്ടി അത് മുസഫുകളിലേക്ക് പകർത്തി. ഉസ്മാൻ 3 ഖുറൈശികളോട് പറഞ്ഞു, നിങ്ങളും സയ്യിദ് ബിൻ സാബിത്തും ഖുറാനിൽ ഏതെങ്കിലും കാര്യത്തിൽ വ്യത്യാസപ്പെട്ടാൽ കേൾക്കുക, ഖുറൈശി ഭാഷയിൽ എഴുതുക. അവർ അങ്ങനെ ചെയ്തു. സൂഫുകൾ മുസഫുകളിലേക്ക് പകർത്തി കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ആ സൂഫുകൾ ഹഫ്സയ്ക്ക് തിരിച്ചു നൽകി. അവർ പകർത്തിയിൽ നിന്ന് ഓരോ പ്രദേശത്തേക്കും ഒരു മുസഫ് അയച്ചു. മറ്റെല്ലാ ഭാഗങ്ങളും കത്തിച്ച് കളയാൻ കൽപ്പന നൽകി. കോപ്പിയുടെ യഥാർത്ഥ കോപ്പി എന്ത് ചെയ്തു? പോയിന്റ് നമ്പർ 1, യഥാർത്ഥ കോപ്പി കത്തിച്ച് കളയാൻ നിർദ്ദേശം നൽകി. ഹഫ്സയ്ക്ക് തിരിച്ചു കൊടുത്തു. ഖുറാൻ നമുക്കറിയാം, ഈ ഞാൻ ആദ്യം പറഞ്ഞാണ്, ഓ പീപ്പിൾ, യുവർ കവനന്റ് വിത്ത് യുവർ പ്രോഫിറ്റ് വാസ് 13 years ago ആൻഡ് യു ആർ ഡിസ്പ്യൂട്ടിംഗ് അബൌട്ട് ഖുറാൻ. 13 വർഷം, പ്രവാചകൻ മരിച്ചതിന് 13 വർഷവും നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ ഈ ഖുറാനെ പറ്റി തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ്മാൻ സ്റ്റാൻഡർഡൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടല്ലോ, ഉസ്മാൻ ഈ 4 പേരുടെ കൂട്ടി, സയ്യിദ് ബിൻ താബിത്ത് അടക്കമുള്ള 4 പേരെ കൂട്ടി ഉസ്മാൻ സ്റ്റാൻഡർഡൈസ് ചെയ്യാം. അപ്പോ എന്റെ കാഴ്ചപ്പാടില് ഈ ഖുറാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രൗഡ് ഫണ്ടഡ് ആയിട്ടുള്ള ഏക മതപുസ്തകമാണ്. കാരണം കളക്ട് ചെയ്ത അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് കളക്ട് ചെയ്തത്? ജനങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഖുറാൻ ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ പ്രവാചകൻ പറഞ്ഞ വല്ലതും ഉണ്ടോ? എല്ലാവരെയും വിളിച്ചു വരുത്തി അള്ളാഹുവിന്റെ വചനമാണെന്ന് പറഞ്ഞ ഖുറാൻ ശരിക്കും കളക്ട് ചെയ്തത് ക്രൗഡ് ഫണ്ടിങ് വഴിയാണ്. മനസ്സിലായി? ക്രൗഡ് ഫണ്ടിങ് വഴിയാണ് ഈ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുറാൻ ഷെരീഫ് എന്ന് പറഞ്ഞ സാധനം കളക്ട് ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അയാള് പറഞ്ഞു, അയാളുടെ ക്രെഡിബിലിറ്റിയാണ് ഖുറാന്റെ ക്രെഡിബിലിറ്റി. നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞ സഹാബിയുടെ ക്രെഡിബിലിറ്റി മാത്രമേ നിങ്ങളുടെ ഖുറാൻ ഉള്ളൂ. ഇത് അള്ളാഹുവിന്റെ ഖുറാനാണെന്നുള്ള ക്രെഡിബിലിറ്റി ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഖുറാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സോഷ്യലിസ്റ്റ് റിലീജിയസ് ബുക്ക്. കാരണം ഇത് മാത്രമല്ല, ഒരു സോഷ്യലിസമാണ് നടപ്പാക്കിയത്. നിങ്ങളോട് എന്ത് പറഞ്ഞു? ഉസ്മാൻ പറഞ്ഞത്, എന്റെ കയ്യിലോട്ട് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സാധനം അയച്ചു തരിക, ഞാൻ നിങ്ങൾക്ക് പുതിയ തരാം. നമ്മുടെ നാട്ടിലൊക്കെ പഴയ പാട്ടെ ഓടൊക്കെ പിടിക്കാൻ വേണ്ടി ആൾക്കാർ പാണ്ടികൾ വരുന്ന മാതിരി നമ്മുടെ കയ്യിലുള്ള പഴയ തകിടുകളും ചെമ്പുകളും അതുപോലെ താളി ഓലകളും പനയോലകളൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഉസ്മാൻ നമുക്ക് നല്ല പുതിയ പ്ലാസ്റ്റിക്കിന്റെ അല്ലെങ്കിൽ പുതിയ സാധനം അയച്ചു തരും. ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. ആദ്യത്തെ എന്റെ കാഴ്ചപ്പാടില് ഖുറാൻ ഇസ് ദ ഫസ്റ്റ് സോഷ്യലിസ്റ്റ് റിലീജിയസ് ബുക്ക്. ഇത് എന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇനി ഈ കറപ്ഷന്റെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. കറപ്ഷൻ കോപ്പിയുടെ പ്രശ്നമാണ്. നമ്മൾ ഖുറാൻ ഒറിജിനൽ നഷ്ടപ്പെട്ടു, കോപ്പി നഷ്ടപ്പെട്ടു. കോപ്പിക്ക് എന്താണ് പോറ്റതെന്ന് ഞാനിപ്പോ പറയാം. ഞാൻ റസൂൽ അല്ലാഹിയുടെ മൂത്ത് നിന്ന് 70-ലധികം സൂറത്തുകൾ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇബിൻ മസൂദിന്റെ വാക്കുകളാണ്.
മുഹമ്മദിന്റെ സഹാബികൾക്കറിയാം ഞാൻ അവരിൽ ഖുറാനിൽ ഏറ്റവും നന്നായി എഴുതുന്നവനാണ്. ഇത് അദ്ദേഹത്തിന്റെ ഒരു അഹങ്കാരമല്ല കേട്ടോ. നിങ്ങളുടെ മുസഫുകൾ മറച്ചു വെക്കുക. സയ്യിദിന്റെ വായനാ രീതി ഓതണമെന്ന് എന്തിനാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത്? ഇബിൻ പിന്നെ ഇയാൾ പറയാണ്, ആര്? ഇബിൻ മസൂദ് പറയാം. മാത്രമല്ല ഞാൻ ആരെയും വഴിതെറ്റിച്ചിട്ടില്ല. ഇയാളുടെ കർച്ചിലാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഏതൊരു ആയത്തും എവിടെ അവതരിച്ചു, എന്തിനു വേണ്ടി അവതരിച്ചു എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. സയ്യിദ് ബിൻ താബിത്തിന്റെ വായന രീതി ഞാൻ പിന്തുടരണമെന്ന് നിങ്ങൾ എന്നോട് എങ്ങനെ പറയുന്നു? റസൂൽ അല്ലാഹിയുടെ മൂത്തുനിന്ന് നേരിട്ട് സൂറത്തുകൾ കേട്ടത് ഞാനാണ്. അപ്പോൾ നിങ്ങളുടെ ഈ സയ്യിദ് ബിൻ സാബിത്ത് കുട്ടികളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പറയാറില്ലേ, നമ്മുടെ പഴയ ക്ലാസിക് വേർഷൻ ഓഫ് മമ്മൂട്ടി, നീ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അജന്തയിൽ നീ ആദ്യ പാപം കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ ഡയലോഗ് പോലെയാണ് ഇയാൾ പറയുന്നത്, ഇബിൻ മസൂദ് പറയുന്നത്. വളരെ നമുക്ക് അദ്ദേഹത്തിന്റെ മാത്രമല്ല, നമുക്ക് സഹീഹ് ബുഖാരി പറയുന്നത് 4999 പറയുന്നത്, മസ്റൂഖ് നിവേദനം ചെയ്യുന്നു, അബ്ദുല്ല ബിൻ മസൂദിനെ പരാമർശിച്ചുകൊണ്ട് പറയും, ഞാൻ അദ്ദേഹത്തെ എന്നും സ്നേഹിക്കും, കാരണം ഞാൻ നബി പറയുന്നത് കേട്ടിട്ടുണ്ട്, ഖുറാൻ 4 പേരിൽ നിന്ന് പഠിക്കുക. അബ്ദുല്ല ബിൻ മൗദ്, സലീം അബൂ ഹുദൈഫയുടെ മകൻ അടിമ, അബിൻ ജാബൽ, ഉബൈ ബിൻ കാവ്, ഈ 4 പേരിൽ നിന്നാണ് ഖുറാൻ പഠിക്കേണ്ടതെന്നാണ് വളരെ വ്യക്തമായിട്ട് സഹീഹ് ഹദീസുകൾ പറയുന്നത്. പക്ഷെ അവസാനം വന്ന് ഇത് ക്രോഡീകരിക്കുന്നത് സയ്യിദ് ബിൻ താബിത്ത് ആണെന്ന് മാത്രം. ഇനി ഈ ഖുറാൻ ക്രോഡീകരിച്ചതിൽ പ്രശ്നമുണ്ട് ഉസ്മാൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് വളരെ വ്യക്തമുണ്ട്. കിതാബുൽ മസാഹി പറയുന്നുണ്ട്, ഇക്രിമ നിവേദനം മുസഫ് ഉസ്മാൻ സമർപ്പിച്ചപ്പോൾ, ഇത് പലപ്പോഴും പല ഇസ്ലാമുകളും ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, നിങ്ങൾ എവിടെയെങ്കിലും പിടിച്ചിരിക്കുക. ഇക്രിമ നിവേദനം മുസഹഫ് ഉസ്മാന് സമർപ്പിച്ചപ്പോൾ അതിൽ ചില ഭാഷാപരമായ കുറവുകൾ അല്ലെങ്കിൽ ലഹൻ അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡിക്റ്റേറ്റ് ചെയ്തത് ഹുദൈലിൽ നിന്നും എഴുത്തുകാരൻ തക്കീഫിൽ നിന്നുമായിരുന്നെങ്കിൽ ഇതിൽ ഉണ്ടാകില്ലായിരുന്നു. നിങ്ങളുടെ ഒറിജിനൽ സാധനത്തില് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നിങ്ങളുടെ ഒറിജിനൽ ചരിത്രം പറയുന്ന കിതാബുൽ മസാഹിബിൽ പറയുന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കിതാബുൽ മസാഹിന്റെ ഒറിജിനൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പേജ് നമ്പർ എനിക്ക് തൽക്കാലം കാണാൻ പറ്റുന്നില്ല, ഞാനത് സ്ലൈഡ് ഷെയർ ചെയ്യാണ്, ഞാൻ ആവശ്യമുള്ളപ്പോൾ കാണിക്കാവുന്നതാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഉസ്മാന്റെ ടൈം നിങ്ങൾ നോക്കുക. ഹുദൈഫ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്തത് എന്താകും? അല്ലാഹുവിന്റെ മേൽ സത്യം, ഈ നാട്ടിൽ ആരും ഷൈഖിന്റെ, അതായത് ഇബ്നു മസൂദിന്റെ ഖിറാത്ത് ഉപേക്ഷിക്കില്ല. യമനികൾ ആരും ഷൈഖിന്റെ, അതായത് അബ്ദുൽ മൂസയുടെ ഖിറാത്ത് ഉപേക്ഷിക്കില്ല. ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഖിറാത്ത് എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം ഇവര് എപ്പോഴെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഇത് രണ്ടുപേരും പറയുന്നത് 2 കാര്യമാണ്. ഇത് മാത്രമല്ല, എയർലി ഫൈറ്റ്, അതായത് ഈ ഇബിൻ മസൂദും അതുപോലെ തന്നെ നമ്മുടെ സയ്യിദ് ബിൻ താബിത്തിന്റെ ടീമുമായിട്ട് അല്ലെങ്കിൽ ഉസ്മാന്റെ ടീമുമായിട്ട് വളരെ കൃത്യമായിട്ട് ഫൈറ്റുകൾ ഉണ്ടായിരുന്നു. ഇബിൻ മസൂദിന്റെ ഖുറാനിൽ നിങ്ങൾ ആലോചിക്കുക, കുത്തും പുള്ളിയും വള്ളിയും മാറ്റമില്ല എന്ന് പറയുന്ന ഇബിൻ മസൂദിന്റെ ഖുറാനില് 111 ചാപ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഉബൈ ബിൻ കാബിന്റെ അകത്ത് 116 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. But these variants circulated for centuries. ഷോൺ ആന്റണി പറയുന്നത് 200-ലധികം വർഷങ്ങൾ ഈ വേരിയൻസ് സഞ്ചരിച്ചിരുന്നു. ഫ്രാങ്കോയിസ് ഡിറോഷ് പറയുന്നത് ഏകദേശം 500 വർഷങ്ങൾ, 200 മുതൽ 500 വർഷങ്ങൾ വരെ ഈ വേരിയന്റ് ഖുറാൻ അവിടെങ്ങളിൽ സർക്കുലേറ്റ് ചെയ്തിരുന്നു. മാത്രമല്ല AD 680 മുതൽ ഏകദേശം AD 680-ൽ 47 ആളുകളുടെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഈ വ്യത്യസ്ത ഖുറാൻ വായിച്ചു എന്ന അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചു എന്നുള്ള കുറ്റത്തിന് 47 പേരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഷിയാകളുടെ വ്യൂ അനുസരിച്ചിട്ട് ഖുറാൻ തിരുത്തപ്പെട്ട, നിങ്ങൾ ആലോചിക്കുക, ഈ അധികം നാളായില്ല, AD 10-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 9-10 നൂറ്റാണ്ടിലാണ് ഈ ഷിയാകള് ഇങ്ങനെ വ്യത്യസ്ത അഹറൂഫുകൾ ഉണ്ടെന്നുള്ള ഇവരുടെ വാദം അടികൊണ്ട്, അതായത് പരാജയത്തിന്റെ പടുകുഴിയിൽ ആഴ്ന്നതിന് ശേഷമാണ് അവരുടെ വാദം ഉപേക്ഷിച്ചത്. അതുവരെ ഷിയാകളും സുന്നികളുമായിട്ട് ഈ 2025 നടന്ന ചർച്ചയുടെ ലിങ്ക് നിങ്ങൾക്ക് നെറ്റിൽ കാണാൻ പറ്റും. ഓൺ ദി അതർ ഹാൻഡ്, ദി സ്റ്റഡി കണ്ടൻസ് ദാറ്റ് ദ ലീഗൽ ആൻഡ് ദ ഹദീത്ത് ലിറ്ററേച്ചർ ഓഫ് ദ 2nd, 3rd to 8th, അതായത് it is 8th and 9th centuries reveal that many early Muslim scholars and authorities continued to regard the 2 surahs as part of the Quranic revelation. അതായത് ഈ നിങ്ങൾ ഒഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ 2 സൂറകള് 9-ാം നൂറ്റാണ്ട് വരെ ഇത് പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ഇത് ആധികാരികമായിട്ട് തന്നെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഷോൺ ആന്റണിയുടെ പഠിത്തം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ചരിത്രവും ഞാൻ പിന്നാലെ കാണിക്കുന്നതാണ്. ഷോൺ ആന്റണി കണ്ടിന്യൂ ചെയ്യാണ്. The authorities not only closely monitored the recitation of the Quran in public, especially the public performance of Salat rituals in the mosque, they also took extraordinary measures to ensure that the Uthmanic recension had no written rival. അതായത് വേറെ ആരെങ്കിലും
ഈ ഉത്മാന് എതിരായിട്ടൊരു പിന്നെ ഖുറാനോ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ ഫുൾ പവർ അവരുടെ മേൽ പ്രയോഗിക്കും. ദേ അൺഡൗട്ടഡ്ലി played a decisive role. The earliest accounts of Uthman's rejection of Ubay 2 surahs declare in no uncertain terms that anyone who have received these surahs during the ritual prayer renders his blood. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇജുമകൾ ഉണ്ട് എന്ന് പറയുന്ന ഇവരെ എങ്ങനെയാണ് ഈ ഖുറാൻ അവർ യൂണിഫൈ ചെയ്തത്? കൊന്നിട്ടാണ്. മനസ്സിലായോ? കൊന്നിട്ടാണ്. ഞാനിപ്പോ ഇവിടെ ഈ കാണിക്കാൻ പോകുന്ന സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് അറബിയുടെ ഒരു ടെക്സ്റ്റ് ആണ്. വളരെ കൃത്യമായിട്ട് ഇവരെ കൊന്നിട്ട് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ ലിറ്ററേച്ചർ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. ഞാൻ ഇതിന്റെ മലയാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറയാണ്, കൊന്ന് തന്നെയിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഒരു പ്രിസർവേഷൻ ഓഫ് ഖുറാൻ നടന്നത്. അപ്പോ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോപ്പിയുടെ കോപ്പിയാണ്. ഓക്കെ, ഇത് ബൈബിളിനെ പറ്റി പലരും പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ട്. കോപ്പി ഓഫ് ദ കോപ്പി ഓഫ് ദ കോപ്പി. ഇത് കോപ്പി ഓഫ് ദ കോപ്പി തീർന്ന എവിടെയൊന്ന് നോക്കാം. ഇനി people were punished severely. ഇതതിന്റെ പിന്നെ ടെക്സ്റ്റ് ആണ്. Punished severely and regarded as an offense to caliphal authority and legitimacy even as early as the Sufyan period of the Umayyad Caliphate 50 അതായത് 671 thereafter Ubayd Allah or Siyar sub governor of Basra ഇവിടെ സംഭവിച്ചത് കാര്യം, സമൂറ ബി ജുണ്ടബ് എന്ന് പറഞ്ഞ ആള് ഇതുപോലൊരു ഖുറാൻ ഉണ്ടാക്കി. അതിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അയാളുടെ അടുത്ത് എന്താണ് ചെയ്തതെന്നും ഈ എക്സെപ്റ്റിൽ നമുക്ക് വളരെ കാണാൻ പറ്റുന്ന റെഫറൻസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. നമുക്ക് പിന്നീട് സമയം പോലെ എടുക്കാം. ഓക്കെ, ഇനി ഡോക്ടർ റെയ്മൺ ഹാർവി, അദ്ദേഹം ഒരു കൺവേർട്ടഡ് ആയിട്ടുള്ള ഒരു മുസ്ലിമാണ്. ഇന്ന് ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളറാണ്. അദ്ദേഹം പറയുന്നുണ്ട്, the legal epistemology of Quranic variant, despite overall similarity with the canonical text, Ibn Masud lection famously contains, കേട്ടോ നിങ്ങൾ കേൾക്കുക, നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക. അതായത് ഇസ്ലാമിക് സ്കോളേഴ്സ് പറയുന്നത് famously contains additions, deletions, replacements of words that cannot be accommodated within the rest of the Uthmanic Codex. അതായത് ഉത്മാനിക് കോഡക്സിന്റെ കൂടെ അഡീഷൻ, ഡിലീഷൻ, റീപ്ലേസ്മെന്റ് നടന്നു എന്ന് തന്നെയാണ് മറ്റേ മാതുരീദി മുസ്ലിം സ്കോളർ ആയിരിക്കുന്ന റെയ്മൺ ഹാർവി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന്റെ റെഫറൻസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കണ്ടിന്യൂ ആണ്. The emergence of the canonical Quranic text under the aegis of Uthman is qualified within the sources by the presence an alternate harf in Kufa, a garrison town founded after the Muslim conquest of Iraq. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ റീഡിങ് എന്താ സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വ്യത്യസ്ത റീഡിംഗ് ഉണ്ടായിരുന്നു. ദ റീഡിംഗ് വാസ് ട്രാൻസ്മിറ്റഡ് ബൈ ദ സീനിയർ കമ്പാനിയൻ ഓഫ് ഖുറാൻ എക്സ്പെർട്ട് അബ്ദുള്ള ബിൻ മസൂദ്. കേട്ടല്ലോ, അബ്ദുള്ള ബിൻ മസൂദിന്റെ ഖുറാൻ അവിടെ ഉണ്ടായിരുന്നു. ഓപ്പൺലി റിജക്റ്റഡ് ദി അതോറിറ്റി ഓഫ് ഉത്മാൻസ് ടെക്സ്റ്റ്. The sources point to no less than a century of Kufan resistance. അവരവിടെ സമ്മതിച്ചു. അവർ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയാവോ? It reports that the Quran, which included the addition of diacritical marks and even beheaded, തലയറുത്ത് കളഞ്ഞു. കൺസെൻസസ് ആണെന്നാണ് ഇവർ പറയുന്നത്. എന്ത് ഇജമയാ നിങ്ങൾ പറയാ? തലയറുത്ത് കൊന്നിട്ട് പൊളിറ്റിക്കലി ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് നിങ്ങൾ ഇന്ന് കൈ കൊണ്ടു നടക്കുന്ന ഖുറാൻ. നിങ്ങൾ നോക്കുക, ഇബ്നു മസൂദിന്റെ മുസഫിൽ സൂറത്തുൽ ഫാത്തിഹയും അൽ ഫലക് 113, അന്നാസ് 114 എന്നീ സൂറത്തുകളും ഉൾപ്പെടുത്തിയിരുന്നില്ല. ബൈ ഇബ്നു കബിന്റെ മുസഫിൽ, അതായത് ഇബ്ൻ കബിന്റെ മുസഫിൽ 116 അധ്യായങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അതിന്റെ അവസാന അധ്യായം അൽ ഫഹദ, അൽ ഖലി എന്നീ 2 സൂറത്തുകൾ എഴുതിയിരുന്നു. നിങ്ങൾ ഇത് വളരെ കൃത്യമായിട്ട് ഇവരുടെ കിതാബുൽ മസാഹി എന്ന് പറഞ്ഞ ഇവരുടെ തന്നെ പുസ്തകത്തിൽ നിന്ന് ഇവർക്ക് ആധികാരികമായ ഖുറാൻ ചരിത്രം കിട്ടണമെങ്കിൽ, ഖുറാൻ കമ്പൈലേഷൻ ചരിത്രം കിട്ടണമെങ്കിൽ ഇതൊക്കെ തന്നെയാണ് സോഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു നോക്കുക. ഫോർ ഇബൻ മസൂദ് മുഷഫ് ഹാവിംഗ് 111 or 112 ചാപ്റ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉബൈബൻ ഖാബിന്റെ അകത്ത് 116 ഉണ്ടായിരുന്നു. അത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്റെ പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഉബൈന്റെ മുസഫിൽ 116 സൂറ ഉണ്ടായിരുന്നു. കാരണം അതിന്റെ അദ്ദേഹം അൽ ഫഹദ്, അൽ ഖലി എന്നീ 2 സൂറത്തുകൾ എഴുതിയിരുന്നു. അതിന്റെ കാര്യവും വളരെ കൃത്യമായിട്ട് ഞാൻ എന്റെ പ്രസന്റേഷൻ കൊടുക്കുന്നുണ്ട്. ഉദൈഫ പറഞ്ഞു, അബ്ദുല്ല ബിൻ ഹൈസ്, നീ ബസറാവാസി, അതായത് ഈ സ്കെയർ ടാക്ടിക്സ് ആണ്. ഈ ഇയാളെ പേടിപ്പിക്കുകയാണ്. നീ ഇബ്നു മസൂദിനോട് ഇതേ കാര്യം, ഇബ്നു മസൂദ് മറുപടി പറഞ്ഞു, എങ്കിൽ ഞാൻ ആരെയും വഴിതെറ്റിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ഓരോ ആയത്തും എനിക്ക് അത് എവിടെ അവതരിച്ചു, എന്തിനു വേണ്ടി അവതരിച്ചു എന്നും അറിയാത്തതില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, യഥാർത്ഥ ഉടമസ്ഥൻ, യഥാർത്ഥത്തിൽ കമ്പയർ ചെയ്യേണ്ട ആരാണ്? ഇബ്ൻ മസൂദാണ്.
അതിന് പകരമായിട്ട് സയ്യിദ് ബിൻ സാബിത്തിനെ കൊണ്ട് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് ചെയ്തത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ അടുത്ത കാണിക്കുക. ഇനി മറ്റെല്ലാ പകർപ്പുകളും കത്തിക്കാൻ ആവശ്യപ്പെട്ടു, നിങ്ങൾ കേട്ടാണ് ഓൾറെഡി. ഇനി ഇബിൻ മസൂദിനെ എന്ത് ചെയ്തു എന്നും പറയുന്നുണ്ട്. ഇബിൻ മസൂദ് പറഞ്ഞു താൻ ഒരിക്കലും, എന്റെ പവർ പോയിന്റ് കാണുക, പറഞ്ഞു താൻ ഒരിക്കലും ഇത് വിട്ടുകൊടുക്കില്ല. യഥാർത്ഥ ഖുറാനിന്റെ ആളാണെന്ന് നിങ്ങൾ ഓർക്കണം. അദ്ദേഹം പറഞ്ഞ എന്താണ്? അദ്ദേഹം പറഞ്ഞു ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഉസ്മാൻ അവനെ മദീനയിലേക്ക് വരുത്തി ശകാരിച്ചു, അവന്റെ വാരിയലുകൾ പൊട്ടുന്ന വിധം മർദ്ദിപ്പിച്ചു. ഇബിൻ മസൂദ് കിടപ്പിലായി. അത് അങ്ങനെ അവന്റെ മരണം വരെ പിന്നീട് സംഭവിച്ചു. അടികൊണ്ട് ചത്തുന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ യഥാർത്ഥ ഖുറാൻ എഴുതിയ ആളെ ലാസ്റ്റ് അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇബിൻ മസൂദിന്റെ, നിങ്ങൾക്കിത് താരിഖ് അൽ യാക്കൂബി എന്ന് പറയുന്ന ചരിത്രം, പിന്നെ വളരെ കൃത്യമായിട്ട് ഷിയകളുടെ ചരിത്രം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനിയും ഉസ്മാൻ ഔദ്യോഗിക പകർപ്പുകൾ തയ്യാറാക്കി ഹഫ്സയോട് അബൂബക്കറിന്റെ, നിങ്ങൾ ഏറ്റവും വലിയ സാധനം നോക്കുക, ഉസ്മാൻ തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്തു? ഒറിജിനൽ ഷീറ്റുകൾ അയച്ചു തരാൻ ആവശ്യപ്പെട്ട് കൊടുത്ത കാര്യം നിങ്ങൾ കേട്ടു. പക്ഷേ ഈ ഹഫ്സയുടെ, നിങ്ങൾ പറയില്ലേ ഒറിജിനൽ കോപ്പീനെ എന്ത് ചെയ്തു? ബൈബിളിലെ ഒറിജിനൽ കോപ്പി ഇല്ല എന്ന് പറഞ്ഞ് കരയുന്ന ദാവാക്കാർക്ക് ഒരു കാര്യം അറിയാമോ? നിങ്ങളുടെ ഒറിജിനൽ കോപ്പിയെ എന്ത് ചെയ്തു? മർവാൻ എന്ന് പറഞ്ഞ ഒരാൾ, അതായത് ഉമയാദുകളിൽപ്പെട്ട മർവാൻ എന്നൊരാള് ഇബ്നു ഹക്കം അവരോട് ആ ഷീറ്റുകൾ ചോദിച്ചു. ഹഫ്സ നിഷേധിച്ചു. പക്ഷെ ഹഫ്സ മരിച്ചപ്പോൾ മർവാൻ അത് കൈവശപ്പെടുത്തി അത് കത്തിച്ചു. ഒറിജിനൽ ഖുറാന്റെ എന്തുകൊണ്ടാണ് കത്തിക്കുന്നത്? അയാളോട് ചോദിച്ചു. ഓക്കെ, അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ജനങ്ങൾക്കിടയിൽ കാലം കൂടി വരുമ്പോൾ ഈ സുഹൂഹിനെ കുറിച്ച് ആരെങ്കിലും സംശയം ഉണ്ടാകുമെന്ന് ഞാൻ ഭയന്നത് കൊണ്ടാണ് കത്തിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ രണ്ടും ഒന്നാണെങ്കിൽ എന്തിനാണ് സഹോ കത്തിക്കുന്നത്? ഇപ്പൊ രണ്ടും ഒന്നല്ല. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചതിന് ഉത്തരവാദിത്തം കിട്ടി. ഹു കറപ്റ്റഡ് ഖുറാൻ? ഉത്മാൻ. വെൻ വാസ് ഇറ്റ് കറപ്റ്റഡ്? 652 652. Where was it corrupted? Medina. Was it corrupted? Why was it corrupted? Because of the political and the religious control. അയാൾ പേടിച്ചു, പ്രശ്നം ഉണ്ടാകുമെന്ന് പേടിച്ചു. എന്താണ് തെളിവ്? കിതാബ് അൽ മസാഹിബ്. അതുപോലെ നിങ്ങൾ ഇപ്പൊ കേട്ട, ഞാൻ ഒരെണ്ണം മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് കൂടാതെ ധാരാളം സാധനങ്ങൾ നമ്മളിവിടെ എന്റെ റെഫറൻസിൽ കിട്ടും. ഞാൻ പറ്റുമെങ്കിൽ അവസാനം തരാം. നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു, ആര് കറപ്റ്റ് ചെയ്തു, എന്ന് ചെയ്തു, എവിടെ വെച്ച് ചെയ്തു, എങ്ങനെ, എന്തുകൊണ്ട് ചെയ്തു, അതിന്റെ തെളിവ് നമുക്ക് വളരെ കൃത്യമായിട്ട്. ഇനി നിങ്ങൾ വിചാരിച്ചു ഒരു കറപ്ഷൻ കൊണ്ട് തീരുവോ? ഇല്ല സഹോ, തീരില്ല. ഇനി മർവാൻ ഇബിൻ അൽ ഹക്കം എന്ത് ചെയ്തു? നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? ഈ അബീദാവിൻ റെഫറൻസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്തു? ഒറിജിനൽ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒറിജിനൽ കത്തിച്ചു. അതായത് നിങ്ങൾ മോളിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് ദ മോസ്റ്റ് വെൽ നോൺ ഇൻസിഡന്റ് കണക്റ്റഡ് ടു ദ ഉമയ്യാസ് ആഫ്റ്റർ ഹഫ്സാസ് ഡെത്ത് അറൌണ്ട് 665 CE. Marwan, then governor of Medina and later Umayyad Caliph, took the original suhuf and he destroyed it. ഇതാണ് ഇസ്ലാമിന്റെ, നിങ്ങൾ കേട്ടില്ലേ, സംരക്ഷണം. പ്രതിയെ പിടിച്ചോന്ന് വെച്ചാൽ പ്രതിയെ പിടിക്കുകയല്ല, പ്രതിയെ ഒരിക്കലും പിടിക്കാതെ വണ്ണം കത്തിച്ചു കളഞ്ഞു. ഇനി അവിടം കണ്ട് തീർന്നോ? കോപ്പിയുടെ അവസ്ഥ എന്തായി? ഇനി അടുത്ത കോപ്പി നമുക്ക് നോക്കാം. അൽ ഹജ്ജജ് 714 അദ്ദേഹം മരിച്ചത്. അൽ ഹജ്ജജ് another Umayyad one. Al-Hajjaj collected existing copies, made changes to the text, distributed new copies and destroyed the older ones, similar to what Uthman did. The strongest but very late and polemical version comes from Apology of Al-Kindi. ഞാൻ വളരെ ശ്രദ്ധിച്ചു പറയട്ടെ, ഇത് ക്രിസ്ത്യാനികൾ അന്ന് 830 ഉമയാദിന്റെ പാലസിൽ ഉണ്ടായിരുന്ന അൽകിണ്ടി അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഉമയാദുകളെ, അത് ഗവർണറോടാണ് ചോദിക്കുന്നത്, ക്രിസ്ത്യാനി ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ അൽ ഹജ്ജജ് എന്തിനാണ് ഖുറാന്റെ കോപ്പി കരിച്ചു? ഒരു മറുപടി ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എൻ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചു, നമുക്ക് തെളിവ് വേണ്ട, നമുക്ക് വി ഓൾ നോ, നമുക്കറിയാം നമ്മൾ എവിടെയായിരുന്നു. ഇതുപോലെ ഉമയാദ് കാലിഫുകൾ ഇത് കത്തിച്ചു എന്നുള്ള കാര്യം അവരുടെ പാലസിൽ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യാനി ചോദിക്കുകയാണ്, നിങ്ങളുടെ ഗ്രന്ഥം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് സത്യം എന്ന് പറയുന്നത്? ഇത് വളരെ, ഈ ചരിത്രത്തെയും പിന്നീട് അവര് തമസ്കരിക്കുകയാണ് ചെയ്തത്. ഇത്രയും ഗതികെട്ട രീതിയിലുള്ള പ്രിസർവേഷൻ ആണ് ഇസ്ലാമിന്റെ കാര്യത്തിലേക്കിട്ട് നമ്മൾ കാണുന്നത്. സോ ഇത് പ്രിസർവേഷൻ നിങ്ങൾ കണ്ടുകൊണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും മുസ്ലിമുകളാണെങ്കിൽ നിങ്ങൾ നല്ല ബ്ലഡ് പ്രഷറിന്റെ ഗുളിക വല്ലതും കഴിച്ചുകൊണ്ടിരിക്കുക. 7 കനോനിക്കൽ ഖിറാത്ത്. സോ എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഓക്കെ, ഉത്മാന്റേത് ഒരു ഫെയിൽഡ് പ്രൊജക്റ്റ് ആയിരുന്നു. കാരണം ഉത്മാന്റെ ഫെയിൽഡ് പ്രൊജക്റ്റ് അല്ലായിരുന്നുവെങ്കിൽ പിന്നീട് ഒരു കമ്പൈലേഷന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മറ്റേ ഹഫ്സയുടെ മുസഫ് കത്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ആദ്യം കണ്ടതുപോലെ അൽ ഹജ്ജജിന് കത്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിനുശേഷം ഇതൊന്നും പോരാതുകൊണ്ട് ഇബിൻ മുജാഹിദ് സെക്കൻഡ് അറ്റംപ്റ്റ് നടത്തുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, ഇബിൻ മുജാഹിദ് ഹാഡ് ടു ചൂസ് ആൻഡ് അപ്രൂവ് സ്പെസിഫിക് റീഡിങ്സ്. അതായത് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ഒന്നും രണ്ടീന്നും അല്ല. നിങ്ങൾ പറഞ്ഞ എന്താണ്, ഇവിടെ ഇസ്ലാമിന്റെ സ്റ്റാൻഡേർഡ് നരേറ്റീവ്സ് അനുസരിച്ചിട്ട് ഒരു ഖുറാൻ അല്ലെ 300 വർഷങ്ങൾക്ക് ശേഷം ഇബിൻ മുജാഹിദ് എത്ര ഖുറാനിൽ നിന്നാണ് ഖിറാത്തുകൾ നിശ്ചയിച്ചെന്നുള്ള കാര്യം ഇന്നും പണ്ഡിതന്മാർ തമ്മിൽ അടിയാണ് അല്ലെ. നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ എങ്ങനെയാണ് വിവിധങ്ങളായ ഖിറാത്തുകൾ വന്നത്, എങ്ങനെയാണ് വിവിധങ്ങളായിട്ടുള്ള അഹ്റൂഫുകൾ വന്നത്, എങ്ങനെയാണ് വിവിധങ്ങളായിട്ടുള്ള ഈ ഖുറാൻ അന്ന് പ്രചാരത്തിൽ, കാരണം ഇത് ഓൾറെഡി സ്റ്റാൻഡേർഡൈസ്ഡ് ആണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ പറയണ ഈ അഹ്റൂഫ് എന്ന് പറഞ്ഞ എന്താണ്, ഞാൻ എന്റെ എതിർ സമാധാനം പറയുമ്പോൾ ഇതെല്ലാം ഈ വാക്കുകളൊക്കെ ഇദ്ദേഹം പറയുന്നു വിചാരിക്കുകയാണ്. മുസ്ലിം സ്കോളേഴ്സ് themselves admit this what a classical source including report preserved by the Ibn Mujahid and others show that differences in wording, grammar and even some verses persisted. ഇബിൻ മുജാഹിദ് വളരെ ക്ലിയർ ആയിട്ട് ഇവരുടെ എല്ലാ കാര്യത്തിലും വാക്കുകൾക്കും അതുപോലെ അർത്ഥങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഈ അബ്ദുൾ മസീ, ഞാൻ ഈ ഡിബേറ്റ് എങ്ങനെ പോയാലും നിങ്ങൾ ഒരാളെ പരിചയപ്പെടും. ഇന്ന് ഇവിടെയുള്ള ലോകമെമ്പാടുമുള്ള ദാവാക്കാരുടെ പേടി സ്വപ്നമായിട്ടിരിക്കുന്ന ഈ നമ്മുടെ എന്താണ് ഡയലമ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അതായത് ഈ ഡയലമ കൊണ്ടുവന്ന് വാസ്തവത്തില് അബ്ദുൾ മസീ ഇബിൻ ഇഷാഖ് അൽ കിന്ദി എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 5 പോയിന്റുകളാണ്: കറപ്ഷൻ ഇൻ ഖുറാൻ, sword and violence, moral criticism of Prophet Muhammad, Quran is not a miracle, scientific and historical. ഇതിന്റെ അകത്ത് 2 പോയിന്റുകൾ അദ്ദേഹം ഖുറാനെതിരെ പറയുന്നുണ്ട്. ഞാൻ ഈ വിഷയം ഓൾറെഡി മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ കൃത്യമായിട്ട് ഇത്രയും മനോഹരമായിട്ട് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കാണാൻ പറ്റും. ഇത് ഇപ്പൊ അജീബ് പോൾ ഇത്രയും പറഞ്ഞത് മുഴുവൻ ഇത് പുതുതായിട്ട് കണ്ടുപിടിച്ചല്ല. 9ാം നൂറ്റാണ്ടില് ഒരു ക്രിസ്ത്യൻ പോളിമിസ്റ്റ് ആയിട്ടുള്ള അൽ കിന്ദി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ മുമ്പേ പോയ ആൾക്കാർ എത്ര പ്രമുഖരാണെന്ന്, എത്ര സത്യസന്ധരാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബഹുമാനം തോന്നും. ഇത് അൽ കിന്ദിയുടെ ബുക്ക് നിങ്ങൾക്ക് വില്യം മൂറിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ മലയാളം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാവുന്നതാണ്. ഓക്കെ, ഇത് സന്ദർഭവശാൽ ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് അൽ കിന്ദിയെ പറ്റിയ. ഇനി നമുക്ക് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ്. അപ്പോ ഇവിടെ നമ്മൾ ഇത്രയും നേരം നമ്മൾ ഇന്റേണൽ ക്രിറ്റിസിസംസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇനി എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിലോട്ട് പതുക്കെ പോവുകയാണ്. ഇതിന്റെ അഹ്റൂഫിന്റെ ഡിവൈഡ് ഇവിടെ പലപ്പോഴും പലരും പറയുന്നുണ്ട്. ഈ അഹ്റൂഫുകൾ എന്ന് പറഞ്ഞാൽ കേവലം ഉച്ചാരണത്തിന്റെ കാര്യമാണ്. നിങ്ങൾക്കറിയാമോ, ഖുറാനിൽ നിന്ന് മാത്രമല്ല അറബിക്ക് വവൽസ് ഉണ്ടായത് 7ാം സെഞ്ചുറിയിലല്ല. ഞാനൊരു ചാർട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പ്രീ 64 നിങ്ങൾ അതിനകത്ത് അവിടെ ഉണ്ടായിരുന്ന ഏർലി ഇൻസ്ക്രിപ്ഷൻസ് മാത്രമാണ് മോസ്റ്റ്ലി പ്ലെയിൻ റെസംസ്, നോ ഡോട്ട്സ് ആണ്. അതായത് മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് മുഹമ്മദിനെ 630 അല്ലെങ്കിൽ 650 വരെയുള്ള സമയത്ത് അല്ലെങ്കിൽ 630 അദ്ദേഹം മരിക്കുമ്പോൾ അങ്ങനെ കുത്തും കോമയില്ല. 643 ഓൺവേർഡ്സ്, പിന്നെ നിങ്ങൾക്ക് അതുപോലെ 660 to 690 10ാം നൂറ്റാണ്ടോടുകൂടിയാണ്, വേണ്ട ഏറ്റവും ചുരുങ്ങിയത് 9ാം നൂറ്റാണ്ടോടുകൂടിയാണ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദ കൂഫിക് ഖുറാൻ വന്നത്. അതല്ലാതെ ടോപ്പ് കോപ്പി, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോപ്പികൾ ഒന്നായിട്ടുള്ള ഇവര് പറയുന്ന കോപ്പികൾ വന്നാലും ടോപ്പ് കോപ്പിയിൽ പോലും ഈ സാധനം വന്നത് 9ാം നൂറ്റാണ്ടോട് കൂടിയാണ്. അപ്പൊ എന്താണ് പിന്നെ അഹ്റൂഫ് എന്നുള്ള കാര്യം ഇവര് പറയണം. ഇനി നമ്മളുടെ ബഹുമാനപ്പെട്ട MM അക്ബർ അഹ്റൂഫിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പറയാം. ഖുറാന്റെ വ്യത്യസ്തമായ ശൈലികളാണ് 7 ഹർഫുകൾ. ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടത് ഖുറേശികളുടെ ഹർഫിലായിരുന്നു എന്നും തന്റെ സമുദായത്തിലെ വ്യത്യസ്ത വിഭാഗക്കാർക്ക് എളുപ്പത്തിൽ പാരായണം ചെയ്യുന്നതിന് വേണ്ടി നബി ആവശ്യപ്പെട്ട് നേടിയെടുത്താണ് 7 ഹർഫുകളുള്ള പാരായണം എന്നും സുഹിഹായ ഹദീസുകൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ 7 തരം പാരായണമാണ്. ഇപ്പൊ കാസർഗോഡുകാരൻ പറയുന്ന പോലെയാണോ പിന്നെ തിരുവനന്തപുരംകാരൻ പറഞ്ഞ ഒരാൾ പയലേന്ന് പറയുമ്പോൾ ചിലപ്പോൾ തൃശ്ശൂരുകാരൻ ക്ലാവ് എന്ന് പറയും. അപ്പൊ ഇതാണ് വാസ്തവത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. പല ടൈപ്പിലുള്ള, അപ്പൊ ക്ലാവും പയലും ഒന്നാണോ എനിക്കറിയില്ല, നിങ്ങൾ പറ. ഉസ്മാന്റെ ഭരണകാലത്ത് അദ്ദേഹം കണ്ടിന്യൂ ആണ് 7 ഹർഫുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഖുറേഷി ഭാഷ ശൈലിയിലുള്ള മുസഫ് പകർത്തി എഴുതിക്കൊണ്ടാണ് ഖതീദുകൾ വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വിയോജിക്കുന്നുവെങ്കിൽ അത് ഖുറേഷി രീതി പ്രകാരം എഴുതുക. ഇത് അൾട്ടിമേറ്റ് കോമഡിയാണ്, മനസ്സിലായോ? അതായത് ഇത് എല്ലാം ഒന്നാണെന്ന് ഒരു സ്ഥലത്ത് പറയും, അതിനുശേഷം ഇപ്പുറം മാറിയിട്ട് പറയും ഇത് രണ്ടും എല്ലാം വേറെ വേറെയാണെന്ന് പറയും. നമ്മൾ തുടക്കത്തിൽ ഒരു പവർ പോയിന്റ് ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല. അതിനകത്ത് കൃത്യം പറഞ്ഞു, നിങ്ങൾ ജാവയിൽ നിന്ന് വാങ്ങിച്ചാലും ഇവിടെ നിന്ന് പറഞ്ഞാലും ഒരു കാര്യമാണെന്ന് പറഞ്ഞ ഈ 10 വർഷം മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന MM അക്ബർ പതുക്കെ കളം അറിഞ്ഞു. ഇപ്പൊ അദ്ദേഹം പറയാണ് പലതരത്തിൽ സാധനം കിട്ടും, ഇത് തീർന്നില്ല. ചിലരെല്ലാം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് തെറ്റിദ്ധാരണം? വ്യത്യസ്ത ഹർഫുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഖുറേഷി ഭാഷയിൽ ഉത്തുമാൻ ക്രോഡീകരിച്ച ഖുറാന്റെ വ്യത്യസ്തമായ പാരായണ രീതികളാണ് ഖിറാത്തുകൾ. ആണോ?
അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എന്താണ് ഈ ഹർഫുകൾ? എന്താണ് ഹർഫുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസണൻസിൽ, അതായത് അക്ഷരങ്ങളിൽ വ്യത്യാസം ഇല്ലേ? അപ്പൊ അക്ഷരങ്ങളിൽ വ്യത്യാസം ഉണ്ട് എന്ന് ഒരു സ്ഥലത്തും ഇല്ല എന്ന് വേറൊരു സ്ഥലത്തും പറഞ്ഞാൽ വാസ്തവത്തിൽ നിങ്ങൾ എന്താണ് പറയുന്നത്? ഇത് അബ്ദുൾ റഷീദ് എന്നല്ല, ആര് വന്നാൽ ഇവിടെ ചുരുങ്ങിയത് 40 ചെല്ലാനും 35 തൊട്ട് 40 വരെ അഭിപ്രായങ്ങളുണ്ട് എന്താണ് ഖിറാത്ത് എന്നുള്ളത്, എന്താണ് എസ്പെഷ്യലി ഹർഫ് എന്നുള്ളത് എന്താണെന്നുള്ളതിനെ പറ്റി. ഓക്കെ, ഹർഫ് എന്താണെന്നുള്ളതിന് 35 തുടങ്ങി 40 വരെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വളരെ കൃത്യമായ ഡെഫിനിഷൻ തരാമെന്ന് പറയുന്നു. ഇന്നലെ ചർച്ചകളിൽ കേട്ടു. ഞാൻ ഇപ്പോൾ തന്നെ ഹർഫ് എന്താണെന്ന് പറഞ്ഞ് തകർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. ഞാൻ വെയിറ്റ് ചെയ്യണം. ഉദ്മാന്റെ കൊലപാതകത്തിന് ശേഷം പരസ്പരം വെറുക്കുകയും ഓക്കെ, താങ്ക് യു. ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാൻ, നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, റഷീദ് എന്താണ് പൊസിഷൻ? ഹലോ, റഷീദ് കണ്ടോ? ഉണ്ട്. ഓക്കെ, എല്ലായിടത്ത് വെച്ചേക്കട്ടെ. ഞാൻ ഇത് നമ്മള് നോട്ട് ചെയ്ത് വെക്കണമല്ലോ ഇവര് പറയണതിന്റെ, അതുകൊണ്ട് ഒരു പേപ്പറുകളാണ്, അല്ലാതെ നിങ്ങളെ പോലെ ഡിജിറ്റൽ അല്ല എന്റെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 359. ഓക്കെ, سيدنا محمد وعلى آل سيدنا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل على سيدنا محمد الفاتح لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോ ഈ വിഷയത്തെ കാണുന്നത്, നമ്മളിവിടെ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്, എന്ത്? പ്രിസർവേഷൻ ഓഫ് ഖുർആൻ. ഏത് അതോറിറ്റിയിൽ നിന്നും ഏത് തരത്തിൽ കിട്ടിയോ അതേപോലെ ഇന്നും സംരക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാര്യത്തെ ഞാൻ വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, റിസേർവ്ഡ് ആണ് എന്ന ലൈനിലേക്ക് ഞാൻ വരികയും അജി വന്ന് എൻ്റെ അടുത്ത് ഒരു എന്താ പറയാ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് തയ്യാറായത്. അപ്പോ എൻ്റെ അറിവില് ഇപ്പൊ അജി എവിടുന്നൊക്കെ വന്ന് നോക്കുന്നില്ല, എൻ്റെ അറിവില് ഞാൻ ഇത് മനസ്സിലാക്കിയത് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. നമ്മളൊരു കാര്യത്തെ അതിന്റെ അർത്ഥപൂർണമായ രീതിയിൽ എടുക്കണമെങ്കിൽ എന്താണ് പ്രിസർവേഷൻ? ഒരു അതോറിറ്റിയിൽ നിന്നും ഏത് രൂപത്തിലാണോ നമുക്ക് കിട്ടിയത് അത് അതേ രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ഉണ്ട്. അതെങ്ങനെയാണ് ആ അതോറിറ്റി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയിലൂടെ കിട്ടിയത് അദ്ദേഹം ഓറലി കൈമാറുന്നു. ഓറലി കൈമാറുന്ന ഒരു കൈമാറിയ കാര്യം ഇന്നും എന്താണോ അദ്ദേഹം കൈമാറിയത്, ഒന്ന് ആദ്യം തൊട്ട് അവസാനം വരെ, ഏത് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന ഫാത്തിഹ തൊട്ട് സൂറത്തുൽ നാസ് എന്ന് പറയുന്ന 114-ാമത്തെ അധ്യായമായ സൂറത്തുൽ നാസ് എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ലിപ്തമാക്കിക്കൊണ്ട് ഇതാണ് ഖുർആൻ എന്ന് പറഞ്ഞ് നമ്മളുടെ കയ്യിൽ തന്ന, അല്ലെങ്കിൽ അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികളുടെ കയ്യിൽ കൊടുത്ത അതേ വോയിസ്, അങ്ങനെ തന്നെ പറയാം, എന്ത്? ഓറൽ ട്രാൻസ്മിഷൻ. അവര് ബൈഹാർട്ടാക്കി തൊട്ടടുത്ത് വന്ന തന്റെ ശിഷ്യന്മാർക്ക്, അവരുടെ കയ്യിൽ നിന്നും പിന്നത്തെ ശിഷ്യന്മാർക്ക് എല്ലാം ഹാഫിലീങ്ങളാണ്. ഇവിടെ എന്റെ എന്താ പറയാ, നമ്മുടെ സംവിധായകൻ പറഞ്ഞതിന്റെ അത് ഞാൻ ഡിബറ്റൽ കാര്യങ്ങളിൽ ഞാൻ ഇതിന് എക്സ്പ്ലനേഷൻ തരാം. അങ്ങനെ ഞാൻ എന്റെ ഒരു തീരുമാനം കൊണ്ടാണോ ഞാൻ ഈ നിലയിലെത്തിയത്? ഒരിക്കലുമല്ല. ഒരു സെക്കൻഡ്. ഇതിന് ഞാൻ ഖുർആനിന്റെ അകത്തു നിന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതരുടെ വാക്കുകളായിട്ടോ ഒന്നും എനിക്ക് എടുക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ രീതിയിൽ ചരിത്രപരമായ ഒരു കാര്യം ചരിത്രപരമായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിനെന്ത് വേണം?
ആ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ചരിത്ര പണ്ഡിതന്മാരുമായിട്ട് നമ്മൾ ചരിത്ര പണ്ഡിതന്മാരെ തേടിപ്പോണം. അവിടെ ഖുർആൻ കൊണ്ടു നടക്കുന്ന ഒരു സമുദായത്തിന്റെ വാക്കുകൾക്കല്ല വില. കാരണം അത് അവരുടെ അവകാശവാദമായിട്ട് തള്ളാം. അവിടെ നമ്മൾ എവിടെ ഇതിലൊന്നും പെടാത്ത ഓറിയന്റലിസ്റ്റുകളായ അല്ലെങ്കിൽ ഇദ്ദേഹം നേരത്തെ പറഞ്ഞ വില്യം ബൂർ പോലെയുള്ള ആൾക്കാർ അവരെന്ത് പറഞ്ഞു ഇതിനെക്കുറിച്ച് എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കാൻ ശ്രമിക്കുന്നത്. ഏതാതൊരിക്കൽ നിന്ന് കിട്ടി എന്നുള്ളത് അവർക്കും അറിയാവുന്നതാണ്. അതായത് അവർക്ക് എല്ലാ ചരിത്രവും അറിയാവുന്നതാണ്. അവർ പറഞ്ഞത് നമുക്ക് എടുക്കാം. ഞാനൊരു അല്പം പേരുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിൽ ഒരു ഈ ടൈമിൽ കൊള്ളുന്ന തരത്തിൽ ഒരു 3-4 പേരുടെ എക്സ്പ്ലനേഷൻ തന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ വിശദാംശം കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. പ്രൊഫസർ ജോൺ ബട്ടൺ ഒന്നാമത്തെ പേരാണ്. പ്രൊഫസർ വില്യം എ ഗ്രഹാം രണ്ടാമത്തെ പേരാണ്. 3 ഗ്രിഗർ ഷോളർ പ്രൊഫസറാണ്. 4 ആംഗലിക്ക ന്യൂവർത്ത്. 5 ഡോക്ടർ നിക്കോളായ് സിനായ്. 6 പ്രൊഫസർ തോമസ് കാർലൈൻ. 7 വിൽ ഡൂറാന്റ് പ്രൊഫസറാണ്. 8 ഡോക്ടർ അർദൻ ജോൺ അർബൈറി. പേര് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. 9 റെയ്നോൾഡ് എ നിക്കോൾസൺ. 10 പ്രൊഫസർ മൈക്കൽ കുക്ക്. 11 ഹാമിൽട്ടൺ ഗിബ്. 12 പ്രൊഫസർ ഫ്രെഡ് ഡോണർ. 13 ഡോക്ടർ ബെഹ്നാം സദേക്കി. 14 പ്രൊഫസർ ഹറോൾഡ് മോട്ട്ലിസ്കി. 15 പട്രീഷ കോൺ. അവരുടെ പേര് ഞാൻ അവസാനം എഴുതിയത് വേറൊരു ഉദ്ദേശത്തിലാണ്. ഒരു 15 പേര് ഞാൻ, ഇതൊന്നും അല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. ഇതൊന്നും ഈ പേരുകളൊക്കെ നിങ്ങൾ കേട്ടപ്പോൾ ഈ ഒരു 15 ചരിത്ര പണ്ഡിതന്മാരുടെ പേരാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വെച്ചത്. ഈ പേരുകൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണത്? ഈ പേരുകളിലൊന്നും തന്നെ ഒരു മുസ്ലിം നാമധാരി ഇല്ല എന്നതാണ്. മുസ്ലിം നാമധാരിക ചരിത്രകാരന്മാർ ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ ഉദ്ധരിക്കാതിരുന്നതാണ്. മനഃപൂർവ്വം അത് പറയാതിരുന്നതാണ്. കാരണം അത് മുസ്ലിങ്ങളുടെ അവകാശവാദമല്ലേ എന്ന ഒരു തർക്കത്തിലേക്ക് പോകാതിരിക്കാൻ ഇതിന് നമുക്ക് പുറത്തു നിന്നുള്ള ആൾക്കാരുമായിട്ട് കണ്ട് അവരെന്ത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവരുടെ മുഴുവൻ അവരുടെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ എല്ലാവരുടെയും അവകാശവാദങ്ങളൊന്നും എനിക്ക് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ആകപ്പാടെ ചുരുങ്ങിയ നേരമേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു അസാധ്യമായ കാര്യമാണ്. അതിൽ നിന്ന് ചിലരുടെ പേരുകൾ നമുക്ക് എടുത്തിട്ട് വായിക്കാം. ഓക്കെ, ഒന്നാമത്തെ പേരായിട്ട് ഞാൻ എടുക്കുന്നത് പ്രൊഫസർ ജോൺ ബട്ടൺ ആണ്. സെന്റ് ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റി. അത് ഇസ്ലാമിക യൂണിവേഴ്സിറ്റി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് ഒരു ക്രൈസ്തവ യൂണിവേഴ്സിറ്റി. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട് അവിടെ. അവരുടെ ഭാഗത്തു നിന്നുള്ള അതായത് നമുക്കറിയാം, ഒരു ക്രൈസ്തവ യൂണിവേഴ്സിറ്റി ഇസ്ലാമിക് സ്റ്റഡീസ് അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഉള്ളിലുള്ള കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. കാരണം ക്രൈസ്തവർ ഒരിക്കലും ഇസ്ലാമിനെ അംഗീകരിച്ചിട്ടില്ല. അവിടെ ഇരുന്നിട്ടുള്ള ഒരു പ്രൊഫസറായ ഇദ്ദേഹത്തിന്റെ വാദം തന്നെ പരമ്പരാഗത മുസ്ലിം ചരിത്രകാരന്മാർക്ക് ശക്തമാണ്. നമ്മൾ സാധാരണ മുസ്ലിങ്ങൾ ആയിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നതിനേക്കാൾ ശക്തമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ വാദം. എങ്ങനെ? അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ആണ് ദ കളക്ഷൻ ഓഫ് ദ ഖുർആൻ എന്നുള്ള ഒരു ഗ്രന്ഥം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി 1977 ഇത് പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹത്തിന്റെ വാദം എന്താണ്? ഖുർആൻ പ്രവാചകന്റെ മരണശേഷമാണ് ക്രോഡീകരിക്കപ്പെട്ടത് എന്ന പാരമ്പര്യ റിപ്പോർട്ടുകളെ പോലും ഇദ്ദേഹം തിരുത്തുന്നു. പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഖുർആൻ വാമൊഴിയായും വരമൊഴിയായും ഇന്ന് നമ്മൾ കാണുന്ന അതേ രൂപത്തിൽ പൂർണ്ണമായിട്ട് ക്രോഡീകരിക്കപ്പെടുകയും മനഃപ്പാടമാക്കുകയും ചെയ്തിരുന്നു എന്ന് അദ്ദേഹം ചരിത്ര രേഖകൾ വെച്ച് സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇന്നത്തെ
നമ്മുടെ എന്താ പറയാ ഒരു ഇന്റർനെറ്റ് യുഗത്തിൽ ഇതൊക്കെ കിട്ടാൻ വളരെ എളുപ്പമാണ്. ഓരോരുത്തർക്കും പേര് ഞാൻ ഒന്നുകൂടി പറയാം. പ്രൊഫസർ ജോൺ ബട്ടൺ, അദ്ദേഹത്തെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും. രണ്ടാമത്തെ ആളുടെ ഞാൻ പറയും വില്യം എ ഗ്രഹാം. ഇദ്ദേഹം ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രമുഖ പ്രൊഫസറും ഹാർവേർഡ് ഡിവിനിറ്റി സ്കൂളിന്റെ മുൻ ഡീനുമാണ്. ഇദ്ദേഹം ഖുർആന്റെ വാമൊഴി പാരമ്പര്യത്തെ കുറിച്ച് എന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങനെയാണോ നമുക്ക് കൈമാറി കിട്ടിയത് അത് ഓറലിയാണ്. ആ ഓറലി കൈമാറി അള്ളാഹുവിന്റെ ദൂതര് തന്ന അതേ അതിനെക്കുറിച്ച് ലോകത്ത് നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പഠനം ഇദ്ദേഹത്തിൻ്റെതാണെന്നാണ്. അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ബിയോണ്ട് ദ റിട്ടൺ വേർഡ്, ഓറൽ ആസ്പെക്ട്സ് ഓഫ് സ്ക്രിപ്ചർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് റിലീജിയൻ. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തന്നെയാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 1987. അദ്ദേഹത്തിന്റെ വാദം എന്താണ്? ഖുർആന് ഒരു എഴുതപ്പെട്ട പുസ്തകം, റിട്ടൺ ബുക്ക് എന്ന നിലയിലല്ല, മറിച്ച് തുടക്കം മുതൽക്കേ അതൊരു പാരായണ ഗ്രന്ഥം, ഇംഗ്ലീഷിലെ റെസിറ്റേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, യഥാർത്ഥ അർത്ഥം എന്ന നിലയിലാണ് സമീപിക്കേണ്ടത്. പ്രവാചകന്റെ കാലത്ത് തന്നെ ജനങ്ങൾ അത് ഒരൊറ്റ അക്ഷരം പോലും വിട്ടുപോകാതെ മനഃപ്പാടമാക്കുകയും നിത്യജീവിതത്തിൽ പാരായണം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ശക്തമായ വാമൊഴി സംരക്ഷണമാണ് ഖുർആന്റെ ആധികാരികതയുടെ ഏറ്റവും വലിയ തെളിവ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, പേര് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു വിചാരിക്കും, ഞാൻ തിരിച്ചു പോകുന്നില്ല. മൂന്നാമത്തത് പ്രൊഫസർ ഗ്രിഗർ ഷോളർ, ബാസൽ യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് സ്റ്റഡി പ്രൊഫസറായ ഇദ്ദേഹം ആദ്യകാല ഇസ്ലാമിലെ അറിവുകൾ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നതിനെ കുറിച്ച് വിപുലമായ പഠനം നടത്തിയ ഒരു ജർമ്മൻ പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ദ ഓറൽ ആൻഡ് ദ റിട്ടൺ ഇൻ ഏർലി ഇസ്ലാം. 2026 റോട്ട്ലെഡ്ജ് ആണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2026 അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹത്തിന്റെ വാദം എന്താണ്? ആദ്യകാല അറേബ്യയിൽ എഴുത്തിനേക്കാൾ വലിയ സുരക്ഷ വാമൊഴി പാരമ്പര്യത്തിനായിരുന്നു എന്ന് അദ്ദേഹം തെളിയിക്കുന്നു. പ്രവാചകന്റെ കാലത്ത് ഖുർആൻ സൂക്തങ്ങൾ എഴുതി വെച്ചിരുന്നുവെങ്കിലും അതിന് ജീവൻ നൽകിയത് പ്രവാചകനിൽ നിന്നും നേരിട്ട് കേട്ട് മനഃപ്പാടമാക്കിയ ആളുകളുടെ വാമൊഴി രൂപമാണ്. എഴുത്തും വാമൊഴിയും പരസ്പര പൂരകങ്ങളായി പ്രവാചകന്റെ കാലത്ത് തന്നെ പൂർണ്ണ സംരക്ഷണ വലയം തീർത്തിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യം നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഇനി നാലാമത് ഞാൻ പറയുന്നത് പ്രൊഫസർ ആംഗലിക ന്യൂവർത്ത്. അവര് ജർമ്മനിയിലെ ഫ്രീ യൂണിവേഴ്സിറ്റി ഓഫ് ബെർലിനിലെ പ്രൊഫസറും കോർപ്പസ് കൊറാനിക്കം എന്ന പ്രൊജക്ട്, അതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ വിശദമായിട്ട് പിന്നീട് പറയാം. ആ പ്രൊജക്ടിന്റെ ഡയറക്ടറുമായ ഇവർ ഖുർആനെ ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ ആഴത്തിൽ പഠിച്ച വ്യക്തിയാണ്. അവരുടെ പ്രധാന ഗ്രന്ഥം എന്താണ്? സ്ക്രിപ്ചർ, പോയട്രി ആൻഡ് ദ മേക്കിംഗ് ഓഫ് എ കമ്മ്യൂണിറ്റി റീഡിംഗ് ദ ഖുർആൻ ആസ് എ ടെക്സ്റ്റ് ഓഫ് ലേറ്റ് ആന്റിക്വിറ്റി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 2014. അവരുടെ വാദം എന്താണ്? ഖുർആനിന്റെ സൂറത്തുകൾ പരിശോധിച്ചാൽ അവ പ്രവാചകന്റെ കാലത്തെ ഒരു പ്രത്യേക സമൂഹത്തോട്, കമ്മ്യൂണിറ്റിയോട് സംവദിക്കുന്ന വാമൊഴി രൂപത്തിലുള്ളവയാണ് എന്ന് കാണാം. ആ സൂറത്തുകളുടെ ആന്തരിക ഘടനയും താളവും പ്രവാചകന്റെ കാലത്ത് തന്നെ അവ പൂർണ്ണ രൂപത്തിൽ മനഃപ്പാടമാക്കാനും സംരക്ഷിക്കാനും പാകത്തിലായിരുന്നു രൂപപ്പെട്ടത്. പിൽക്കാലത്ത് മാറ്റങ്ങൾ വരുത്താൻ കഴിയാത്ത വിധം സുരക്ഷിതമായ ഒരു വാമൊഴി ഘടന പ്രവാചകന്റെ കാലത്ത് തന്നെ ഖുർആൻ ഉണ്ടായിരുന്നു എന്ന് ഇവർ സമർത്ഥിക്കുന്നു. ഇവരുടെ കാര്യം, ഇവര് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ എക്സ്ട്രാ, എനിക്ക് ടൈം വരികയാണെങ്കിൽ ഞാൻ എക്സ്ട്രാ അവരുടെ കാര്യങ്ങളിലേക്ക് കയറാം ഇൻഷാ അല്ലാഹ്. അഞ്ചാമത്തെ ഒരു പേരാണ് ഡോക്ടർ നിക്കോളായ് സിനായ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഇസ്ലാമിക് സ്റ്റഡി പ്രൊഫസറായ ഇദ്ദേഹം ഖുർആന്റെ ചരിത്രപരമായ രൂപീകരണത്തെ കുറിച്ച് പഠിക്കുന്ന ആധുനിക പണ്ഡിതന്മാരിൽ പ്രമുഖനാണ്. പ്രധാന ഗ്രന്ഥം, അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ദ ഖുർആൻ എ ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ ഇൻട്രൊഡക്ഷൻ എന്ന പേരുള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 2017 അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചരിത്ര പണ്ഡിതന്മാരാണ്. അവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇക്കാര്യത്തില് മുസ്ലിങ്ങളുടെ നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ ഒരു ചരിത്ര വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുക. ആ ചരിത്രവിദ്യ നിങ്ങൾക്ക് സത്യമാണ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തിരയേണ്ട ഒരു 5 വ്യക്തികളുടെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഞാനൊരു 15 പേര് നേരത്തെ വായിച്ചിട്ടുണ്ട്. ആ 15 പേരുകൾ നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്ത് നോക്കിക്കോളൂ. അവരൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ വാദം
ഖുർആൻ പിൽക്കാലത്ത് സാവധാനം രൂപപ്പെട്ടതാണെന്ന റിവിഷനിസ്റ്റ് വാദങ്ങളെ അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളയുന്നു. ഖുർആനിലെ വചനങ്ങൾ അവയുടെ ഉള്ളടക്കത്തിലും ഘടനയിലും മുഹമ്മദ് നബിയുടെ ജീവിതകാലത്ത് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്തെ ചരിത്ര പശ്ചാത്തലത്തോട് കൃത്യമായി ഒത്തുപോകുന്നതാണെന്നും പ്രവാചകന്റെ കാലത്ത് തന്നെ ഈ വചനങ്ങൾ ഒരു നിശ്ചിത രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ വാമൊഴിയായി സംരക്ഷിക്കപ്പെട്ടിരുന്നുവെന്നും ഇദ്ദേഹം ശാസ്ത്രീയമായി വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഈ കാണുന്ന ഈ 5 പണ്ഡിതന്മാരെ ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ ആദ്യം തന്നെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഈ 5 പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്നത് പാശ്ചാത്യ ലോകം പലപ്പോഴും വരുത്തുന്ന ഒരു അബദ്ധമാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അവർ ഖുർആനിനെ ബൈബിളിനെ പോലെ വെറും ഒരു എഴുത്തു പുസ്തകമായി മാത്രമല്ല കാണുന്നത്. എന്നാൽ ഈ പണ്ഡിതന്മാർ തെളിയിക്കുന്നത് പ്രവാചകന്റെ കാലത്ത് തന്നെ നിലവിലിരുന്ന ശക്തമായ വാമൊഴി പാരമ്പര്യം ഖുർആന്റെ യഥാർത്ഥ സുരക്ഷാ മതിൽ എന്നാണ്. വിമർശകർ വരുമ്പോൾ ഈ പുസ്തകങ്ങളുടെ പേര് സഹിതം നിങ്ങൾക്ക് ഞാൻ ശക്തമായി വാദിക്കാം. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ പേര് വെച്ചിട്ട് ഓരോ പേജ് വരെ നമ്മൾക്ക് എടുത്തു വെച്ചിട്ട് വായിക്കാവുന്ന രീതിയിലാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വെച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ചരിത്ര വിദ്യാർത്ഥി ആകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ വായിക്കാൻ കാരണം തന്നെ നമ്മൾ ഒരു കാര്യത്തെ, ചരിത്രപരമായ ഒരു കാര്യത്തിന്റെ സത്യസന്ധമായ ആ ഒരു കാര്യം, അതിന്റെ ആ ഒരു നില അറിയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എതിരാളികളെ മാത്രമല്ല അവരെ തന്നെ അത് ചുമക്കുന്നവരെ തന്നെയല്ല കാണേണ്ടത്, അവരുടെ ഇതിനെയൊക്കെ ഒരു എന്താ പറയാ മുൻവിധിയില്ലാതെ സമീപിക്കുകയും അതിനുശേഷം അതിന്റെ യഥാർത്ഥ വശങ്ങളിലേക്ക് കടന്നു ചെന്ന് ഈ പറഞ്ഞ ഈ അക്ഷരങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഈ അബ്രഹാമിക് പരമ്പരയിലുള്ള ലിറ്ററുകളെ അല്ലെങ്കിൽ ഭാഷകളിലെ ഈ അക്ഷരങ്ങൾക്കുള്ള പുരോഗമനം 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ടോടുകൂടിയാണ് നടന്നത് എന്ന സത്യസന്ധമായ വിശകലനം അത് നമ്മൾ അവരിൽ നിന്നും അവരിലൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഖുർആന്റെ പ്രിസർവേഷൻ അവർ 100% ആണ് എന്ന് പറഞ്ഞത്, അതിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വ്യക്തമാകും. ഇനിയുള്ളത് സമയം എത്രയായി? 10 മിനിറ്റ് ആയിട്ടുള്ളൂ അല്ലേ? ടൈമുണ്ട് പറഞ്ഞോ. അല്ല, ഞാനൊരു 50-50 ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി പറയാൻ ശ്രമിക്കുന്നത് ഇന്നുള്ള ഒരു എന്താ പറയാ അപ്പോളജറ്റിക്സ് ആയിക്കോട്ടെ, ഖുർആൻ വിമർശകരായിക്കോട്ടെ, ഇസ്ലാമിക വിമർശകരായിക്കോട്ടെ, അവർ സഞ്ചരിക്കുന്ന വഴികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അവർ ഈ കാര്യത്തിന്റെ യാഥാർത്ഥ്യം അറിയാനല്ല ശ്രമിക്കുക. അവർക്ക് അന്നുള്ള ആ ഒരു ചരിത്രം അറിയണ്ട. അവര് പ്രസന്റിസം എന്ന ഒരു ലൈന് വെച്ചിട്ടാണ്. പ്രസന്റിസം മീൻസ് ഇന്നത്തെ കാലത്തെ ഖുർആന്റെ അറിവ് വെച്ചിട്ട് അന്നുണ്ടായിരുന്ന ഖുർആൻ മീൻസ് ഞാൻ പറഞ്ഞത് മുസ്ഹഫിലുള്ള അക്ഷരങ്ങളുടെ ആ ഒരു അവസ്ഥ വെച്ചിട്ട് ഒരു കാലത്തും പുരോഗമിക്കാത്ത ഒരു കാലത്തേക്ക് അവർ ഈ കാഴ്ചയെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അതിനെയാണ് അവർ എന്ത് പറയുന്നത്? മാറ്റത്തിരുത്തലുകളുണ്ട്, അതിൻ്റെ അകത്ത് വ്യത്യാസമുണ്ട്, പുള്ളിയില്ല, കോമയില്ല. ഞാൻ പറയുന്ന ഇതെന്താണ്? ഓറലി കൈമാറിയ ആ വാക്കുകൾ അതേപോലെ ഇന്നും ഓതുന്നു. പിന്നെ എവിടെയാണ് നമ്മൾക്ക് ഇവിടെ ഈ ലിറ്ററില്, അത് സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്ത് ലെറ്റർ, അന്നത്തെ അക്ഷരങ്ങൾ പൂർണ്ണ വികാസം പാലിച്ചിരുന്നില്ല. പിന്നെ അന്ന് എഴുതിയിരുന്നില്ല, മുഴുവൻ ഖുറാനും എഴുതിയിരുന്നു. അത് എന്തിനു വേണ്ടി, എങ്ങനെ എന്നുള്ളതാണ് എന്റെ ഒരു രണ്ടാമത്തെ സെക്ഷനായിട്ട് ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അവർ ലെറ്റർ എടുത്തതിന്റെ പേരിലാണ് ഞാൻ അതിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഓറലി കൊണ്ട് തന്നെ ഞാനിതിനെ സ്ഥാപിക്കാൻ എനിക്ക് ആവശ്യത്തിലധികം എന്റെ കയ്യില് പറഞ്ഞ മാതിരി നമ്മുടെ ഇസ്ലാം ഇതര സ്കോളേഴ്സിന്റെ ഒരുപാട് തെളിവുകൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇത് ഞാൻ ടച്ച് ചെയ്യാതെ പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇവർക്ക് പറ്റിയ അബദ്ധം, തെറ്റ്, ഇന്നിപ്പോ നമ്മുടെ എതിർ സമ്പാദകൻ പറഞ്ഞ കാര്യമായില്ല, അത് റിബട്ടൽ സെക്ഷനിലാണ് പറയേണ്ടത്. ഇവര് സഞ്ചരിക്കുന്ന വഴിയിലെ തെറ്റ് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ, അന്ന് ഖുർആൻ ഓതുന്ന അല്ലെങ്കിൽ ബൈഹാട്ടാക്കിയ സഹാബാക്കൾ, റസൂലിന്റെ സഹാബാക്കളും അവർ ഇത് കിട്ടുന്ന മുറക്ക് അത് ബൈഹാട്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർക്ക് അത് ആ ബൈഹാട്ടാക്കുന്നതിന് ഒരു ചൂണ്ടുപലക, അതിന് പിന്നീട് തെറ്റ് പറ്റാതിരിക്കാനുള്ള ചൂണ്ടുപലകയായിട്ട് അവരന്ന് എഴുത്തിന് ഉപയോഗിച്ചു.
ആ എഴുത്ത് ആ ബൈഹാർട്ട് ആയവർക്ക് മാത്രമേ അങ്ങനത്തെ എഴുത്തുകൾ വായിക്കാൻ പറ്റുള്ളൂ. കാരണം അത് മറ്റുള്ളവരെടുത്ത് അല്ലെങ്കിൽ ബൈഹാർട്ട് അല്ലാത്ത ഒരാളെടുത്ത് വായിച്ചാൽ അതൊരിക്കലും ഖുർആനാകുകയില്ല. അത് അങ്ങനെ അത് വെച്ചാൽ ഇന്നും അറബി അറിയാവുന്ന ഒരു ഖുർആൻ ഒരു പണ്ഡിതനിൽ നിന്നും ഓതി പഠിക്കാത്ത ഒരു വ്യക്തി വന്നിട്ട് ഖുർആൻ എടുത്ത് ആ വിശുദ്ധ ഖുർആന്റെ മുസാഫ് എടുത്തിട്ട് അത് വായിക്കാൻ തുടങ്ങിയാൽ ഖുർആനാകില്ല. ഖുർആന്റെ ഒരു പ്രത്യേകത എന്താണ്? അതിന്റെ ആ ഒരു തജ്വീദ് ലൈനിലുള്ള ഒരു പഠിപ്പിക്കലുണ്ട്. അത് സനദിലൂടെ കിട്ടുന്ന ഒന്നാണ്. ഏത് സനദ് മീൻസ് സനദിന്റെ കാര്യവും ഞാൻ പറയാം. എന്താണ് സനദ് അത് പിന്നീട് പറയാം സമയമുണ്ടെങ്കിൽ. സനദിലൂടെ കിട്ടുന്ന ആ തജ്വീദിന്റെ പരമ്പരയിൽ തജ്വീദിലൂടെ ഖുർആൻ ഓതുന്ന ആ ഒരു രീതി, ആ രീതിയിൽ നമുക്ക് ഒരു കാരണവശാലും ഒരു അറബി അറിയാവുന്ന ഒരാൾ ഖുർആൻ ഓറലി പഠിക്കാതെ, ഓറലി ഒരു ഗുരുകുലത്തിൽ നിന്നും പഠിക്കാതെ, ഒരു ഗുരുവിന്റെ പക്കൽ നിന്നും പഠിക്കാതെ ഏതെങ്കിലും ഒരു അറബി അറിയാവുന്ന ഒരു വ്യക്തി വന്നിട്ട് ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ഖുർആനാവൂല. ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ അത് ഖുർആനാവൂല. ഖുർആന്റേതായ ശൈലിയുണ്ട്, ഖുർആന്റേതായ രീതിയുണ്ട്. എന്താ പറഞ്ഞ ഈ 7 അഹ്റുഫ് എന്നൊക്കെ പറഞ്ഞില്ലേ, 7 കൂട്ടർ 7 വ്യത്യസ്ത ഭാഷകൾ, ഒരു ഭാഷയിൽ തന്നെ വ്യത്യസ്ത രീതികൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ആ രീതികളിലേക്ക് അവർ ഓതുന്ന ആ ഒരു ലൈനിൽ തജ്വീദ് അനുസരിച്ച് ഓതാൻ ഇവർക്ക് ഈ ഒരു പുതിയ വ്യക്തി വന്നാൽ കഴിയില്ല. അത് ഇത് സത്യമാണിത്. വചനം നോക്കിക്കൊണ്ട് യഥാർത്ഥ ഖുർആനെ കിട്ടില്ല എന്നുള്ളത് സത്യമാണ്. വചനത്തിലൂടെ നോക്കിക്കൊണ്ടാൽ അതിന് നമുക്ക് അതിന്റെ ആ ഒരു ഈണം തന്നെ അല്ലെങ്കിൽ അതിന്റെ ഒരു ശൈലി തന്നെ പിന്തുടരുക അത്യാവശ്യമാണ്. അങ്ങനെയുള്ള സനദിലൂടെ ആ എങ്ങനെയാണോ റസൂല് നമ്മളിലേക്ക് പകർന്നു തന്നത് അത് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളുടെ ഇമാമികൾ അല്ലെങ്കിൽ ഞാനത് ഇമാമികൾ എന്ന് പറയുന്നത് എന്തായാലും അത് ഉള്ളത് തന്നെയാണ്. അതിനെ നമ്മൾ ഇതിന്റെ അകത്ത് നിന്ന് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. ഈ പരമ്പരയിലുള്ള ഗുരുക്കന്മാരെ നമ്മൾ കാണാതെ പോകാൻ പാടില്ല. ഈ പറഞ്ഞ ഈ ചരിത്ര പണ്ഡിതന്മാരും അവരുടെ ആ ഒരു എഫക്റ്റിനെ എടുത്തു പറയുന്നുണ്ട്, സനദിനെ എടുത്തു പറയുന്നുണ്ട്. ആ സനദിന്റെ കാര്യത്തില് സനദില്ലായിരുന്നുവെങ്കിൽ ഈ പരമ്പര അല്ലെങ്കിൽ ഈ പ്രിസർവേഷൻ ഇതേപോലെ ഉണ്ടാകില്ല എന്ന് പറയുന്നു. ഓറൽ പ്രിസർവേഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഖുർആന്റെ ലെറ്റർ ബൈ ടു ബൈ അങ്ങനെ പറയുന്ന ആ ലെറ്റർ പ്രിസർവ്ഡ് ആണെന്ന് ഒരാളും പറയില്ല. ഒരാളും ലെറ്റർ പ്രിസർവ്ഡ് എന്നാണ് പറയില്ല, ഖുർആൻ പ്രിസർവ്ഡ് ആണെന്നേ പറയുള്ളൂ. ആ ഖുർആൻ എന്നത് ഓറലി കൈമാറിയതാണ്. ആ ഓറലി ആണ് അതോറിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ആ അതോറിറ്റി എന്ന് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ലായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹം എഴുതിയല്ല നമുക്ക് കൈമാറി തന്നത്, അത് ഓറലി ആണ് കൈമാറി തന്നത്. ആ ഓറലി കൈമാറിയത് ഇന്നും എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത് അത് തന്നെയാണ് ഞാനും ഓതുന്നത് എന്ന ആ ഒരു 100% പ്രിസർവേഷൻ ഞാൻ അതിൻ്റെ അകത്ത് അവകാശപ്പെടുന്നത് ഞാനായിട്ട് പറയുന്നതല്ല, അതെ ഈ പറഞ്ഞ പണ്ഡിതന്മാരുടെ അവകാശവാദമാണ്. അത് ഏതാണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവരുടെ ഈ ഒരു എന്താ പറയാ പ്രസന്റേഷൻ അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രസന്റേഷനിൽ കണ്ട ഒരു പ്രത്യേക കാര്യം ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇത് അവതരിക്കുന്നതിനിടയിൽ ഇത് കയറിയാലേ പറ്റുള്ളൂ. ഇദ്ദേഹത്തിന് അറബി ഭാഷയോ അല്ലെങ്കിൽ അബ്രാഹമിക് ഭാഷയോ ഉറുദു ഭാഷയോ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടായത് എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയില്ല. അത് റിബട്ടൽ സെക്ഷനിലാണ് പറയേണ്ടതെങ്കിൽ കൂടി അങ്ങനെ കടന്നു വരുന്ന കുറെ ആൾക്കാരെ എനിക്ക് വിഷയാവതരണത്തിൽ തന്നെ അഡ്രസ് ചെയ്തേ പറ്റൂ. റിബട്ടലിൽ ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അത് തന്നെ എനിക്ക് പറയാൻ കഴിയുമോ എന്നറിയില്ല. അതിനിടക്ക് ഇത് പറയേണ്ടി വരുന്നു എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. ഏതാണ്ട് ഒരു 5 മിനിറ്റ് എടുക്കുള്ളൂ. ഞാൻ അത് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഒരു സെക്കൻഡ് ഞാൻ അതൊന്ന് എടുത്തേക്കട്ടെ. ടൈം തുറക്കണ്ടേ? 7 minutes ഉണ്ട്. സെക്കൻഡ് ആയിക്കോട്ടെ. ഞാൻ ഒരു 5 മിനിറ്റ് എങ്കിലും എടുക്കണം. എനിക്ക് അത് പറയാതെ അറ്റൻഡ് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല. ജസ്റ്റ് അത് ഇവിടെ എവിടെയോ ഞാനത് അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല. ഞാൻ ആദ്യം മനസ്സിലാക്കിയതാണ്. അപ്പൊ ഇന്നിപ്പോ എനിക്ക് ഇത്രയും ഒരു താഴ്ന്ന രീതിയിലായിരിക്കും എന്നുള്ളത് ഞാൻ കരുതിയില്ല. ഇവരുടെ ഒരു എന്താ പറയാ പ്രസന്റിസം വെച്ചുകൊണ്ട് ഖുർആനെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്.
ഇല്ല, അത് നോക്കിയിട്ട് കാണുന്നില്ല. എന്തായാലും വിഷയത്തിന്റെ ഒരു എല്ലാ അപ്പോളജിസ്റ്റുകളും അവര് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പ്രസന്റിസം വെച്ചുകൊണ്ട്, ഇന്നത്തെ കാലത്തെ അവസ്ഥകൾ വെച്ചുകൊണ്ട് എന്താ പറയാ, അന്നുള്ള എന്താ ഹിജ്റ 1-ാം നൂറ്റാണ്ട്, അതെന്നിട്ട് 7-ാം നൂറ്റാണ്ടായി കണക്കാക്കാം, അന്നുള്ള അറബി അക്ഷരങ്ങളെ സമീപിക്കുന്ന രീതി. അത് ഞാനൊന്ന് ഇവരുടെ വാദങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്നാണ്. എവിടെ പോയി? കിട്ടുന്നില്ല. എവിടെ വെച്ച്? ഓക്കെ, ഞാൻ ഏതാണ്ട് എത്ര 7 മിനിറ്റ് ഉണ്ടല്ലേ? 6 മിനിറ്റോ എത്രയുണ്ട്? പിന്നെ 7 minutes. 6 മിനിറ്റ്. കണക്ഷനും വിട്ടുപോയി അതോടുകൂടി. കുഴപ്പമില്ല, കൂളായിട്ട് എടുക്കാമല്ലോ. 15 അടുത്ത 20 മിനിറ്റ്സിലാണെങ്കിലും. അല്ല, കണക്ഷൻ ഇങ്ങനെ പറഞ്ഞു വന്ന കണക്ഷൻ. ഞാനത് റിബട്ടലിൽ സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇവർക്ക് പറ്റുന്നത്. ഞാൻ ഇതിന്റെ ബാക്കി ഭാഗം അങ്ങോട്ട് തീർക്കാം. എന്ന് വെച്ചാല് റസൂലിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഇവർക്ക് അറിയില്ല. എന്താണ് ആ അവസ്ഥ? ഞാൻ എഴുതി വെച്ചിരുന്നാണ്, അത് കാണില്ല, ഞാൻ എന്തായാലും ഓർമ്മയിൽ നിന്ന് പറയാം. ഇവരുടെ ഈ അവസ്ഥ അറിയില്ല. എന്നാല് ഇതെങ്ങനെയാണ് ഖുർആൻ അവതരിച്ചത് എന്നും ആ ഖുർആൻ എങ്ങനെയാണ് കൈമാറിയത് എന്നും ഒന്നും അറിയാതെ അത് എന്തിനു വേണ്ടിയാണ് ലെറ്ററുകൾ ഉപയോഗിച്ചത് എന്നും, ഈ ഡബിൾ ലോക്ക് സിസ്റ്റം, നമ്മുടെ ഈ പണ്ഡിതന്മാർ തന്നെ പറയുന്ന ഡബിൾ ലോക്ക് സിസ്റ്റത്തിലൂടെ ആ സംഭവം എങ്ങനെയാണ് ഡബിൾ ലോക്ക് സിസ്റ്റം മീൻസ് ഓറലി നമ്മൾ ബൈഹാർട്ടാക്കിയ കാര്യത്തെ നമ്മൾ ആ ഓതുന്ന ആൾക്കാർ അവര് ലെറ്ററുകൾ ഈ പുള്ളിയും കോമയില്ലാതെ ഈ സൂചനകളായിട്ട് എഴുതി വെക്കുന്ന പരിപാടിയുണ്ട് ആദ്യകാലം മുതൽ. എന്നിട്ട് റസൂലിന്റെ കാലം മുതൽ അത് സൂചനകളായിട്ട് എഴുതി വെക്കുന്ന ഒരു കാര്യമുള്ള ഒരു പരിപാടിയുണ്ട്. ഈ ബാ എന്ന് അത് നിങ്ങൾക്ക് എഴുതി കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഈ അക്ഷരങ്ങൾക്ക് പുള്ളിയോ വവൽസോ ഇല്ലാതെ, പുള്ളി വവൽസ് അതിന്റെ ഡയലക്ട്സും മറ്റേ വവൽസും ഇല്ലാതെ അത് എഴുതി ഇങ്ങോട്ട് വരുന്ന ഒരു പരിപാടി. അന്ന് പുരോഗമിച്ചിട്ടില്ല ഭാഷ. ആ പുരോഗമിക്കാത്ത ഭാഷയായിരുന്നു റസൂലിന്റെ കാലത്തുണ്ടായിരുന്നത്. ആ എഴുത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ എഴുത്ത് അറിയാത്ത ഒരാൾക്ക് ഓറലി കൈമാറാതെ അക്ഷരം മാത്രം കൈമാറിയാൽ വായിക്കാൻ പറ്റാത്ത, അത് നമുക്ക് എല്ലാവർക്കും ലോക ചരിത്രത്തിൽ അങ്ങനെയുള്ളതാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ലെറ്ററുകൾ കൈമാറാതെ ഭാഷ മാത്രം ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഈ പറഞ്ഞ ഈ അപ്പോളജറ്റിക്സ് അല്ലെങ്കിൽ ഇതിന്റെ വിമർശകർക്ക് അത് അവർ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർക്ക് അറിയില്ല, ആ ചിന്തയേ ഇല്ല അവർക്ക്. ഇന്നുള്ള ആ പ്രസന്റിസം വെച്ചിട്ടുള്ളത് ആ ഒരു അറ്റാക്കിങ് ആണ്. ഇന്നുള്ളത് പോലെയാണ് അന്നുണ്ടത് എന്ന തരത്തിൽ ചിന്തിക്കുകയും എന്നിട്ട് അവിടെ നിന്നുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന വില കുറഞ്ഞ വിവരമില്ലായ്മയെ കൊണ്ടുള്ള ആ ഒരു സമീപനം, അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. റസൂലിന്റെ കാലത്ത് ഈ ലെറ്ററുകൾ പൂർണ്ണമായിട്ട് വികാസമില്ലാത്തതിനെയാണ് ഇവരിപ്പോ ഈ സ്ലൈഡുകളൊക്കെ കാണിച്ചുകൊണ്ട്, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ സ്ലൈഡുകളൊക്കെ കാണിച്ചുകൊണ്ട് വിമർശിക്കുന്നത്. പക്ഷെ ഈ ഓറൽ എന്താണോ വായിൽ നിന്ന് വരുന്ന സ്വരം അല്ലെങ്കിൽ ഓറലി കൈമാറ്റം, അതിനെ സൂചകങ്ങളായിട്ട് മാത്രമാണ് ലെറ്റർ വന്നുകൊണ്ടിരുന്നത്. ആ ലെറ്ററിലൂടെ ഒന്നല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കണക്ടിവിറ്റി നഷ്ടപ്പെടുമ്പോൾ അതിനെ സൂചിപ്പിച്ച് അത് ഇന്നതാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് ലെറ്ററുകൾ ഉണ്ടായിട്ട് ആദ്യമേ ഉരുത്തിരിഞ്ഞു വന്നത്. അതിനുശേഷം അതിന് പുള്ളികൾ വന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് അത് വേറെ രീതിയിലായി. അതിനുശേഷം പിന്നെ 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ട് എല്ലാ പുള്ളികളും കോമകളും എല്ലാം എന്ന രീതിയിൽ അർക്കത്തുകളും വവൽസും എല്ലാം വന്നു. അത് ഒരു പൂർണ്ണ ഭാഷയിലേക്ക് എത്തുന്നു 9-10 നൂറ്റാണ്ടുകളിൽ. അതിന് മുമ്പുള്ള കാലത്തുള്ള ഇന്നത്തെ നമ്മുടെ മാനുസ്ക്രിപ്റ്റുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നൊരു ആഫിലിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത് ആ മാനുസ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്താൽ, ആ മാനുസ്ക്രിപ്റ്റ് ഏതാണെന്ന് വെച്ച് കൊടുത്താൽ അത് അവരത് വായിക്കും. അതേസമയം ഒരു അറബി അറിയാവുന്ന വ്യക്തിയുടെ അടുത്ത് ആ മാനുസ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ
അവർക്കത് ഖുർആനായിട്ട് വായിക്കാൻ കഴിയില്ല. ഇത് ഖുർആന്റെ മാനുസ്ക്രിപ്റ്റ് ആണെന്നും പറഞ്ഞ് ഒരു ഹാഫിലിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്താൽ ഈ മാനുസ്ക്രിപ്റ്റുകൾ നോക്കിയിട്ട് അവർക്ക് വായിക്കാൻ കഴിയും. ഇത് ഇന്നതാണ്, ഏടേലും വെച്ചിട്ട് വായിപ്പിക്കാൻ നോക്കിയാലും അത് ആ സൂറത്തിനെ വായിക്കാൻ അവർക്ക് കഴിയും. അത് ഹാഫിലിങ്ങളാകുന്നതെന്ന് പറഞ്ഞാല് പുള്ളി ബൈഹാട്ടാക്കുക എന്നുള്ളത് അതും ചരിത്രപരമായിട്ട് അറിയാണ്ടാണ്. അന്ന് പണ്ട് കാലങ്ങളിൽ ലെറ്റർ അല്ല, അത് ബൈഹാട്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബൈബിൾ ആയിക്കോട്ടെ, ഖുർആൻ ആയിക്കോട്ടെ, ഇനി പഴയകാല നാടകങ്ങളായിക്കോട്ടെ, കവിതകളായിക്കോട്ടെ, എല്ലാം ബൈഹാട്ടിലായിരുന്നു. ആ ബൈഹാട്ടിന് നമ്മൾ എന്തെങ്കിലും മറന്നു പോകുമ്പോൾ മാത്രം അതിനെ സൂചിപ്പിച്ച് അത് മറന്നു പോകുന്ന അല്ലെങ്കിൽ കണക്ടിവിറ്റി നഷ്ടപ്പെടാതിരിക്കാനുള്ള ചെറിയ സൂചകങ്ങളായിട്ടാണ് ആദ്യകാലങ്ങളിൽ അക്ഷരങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയത്. ഇതൊക്കെ ഇതിന്റെ ഒരു പഠിച്ചു വരുന്ന വിദ്യാർത്ഥി ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് അവിടേക്കൊന്നും സഞ്ചരിക്കൂല. നേരെ വരിക, ഇന്നത്തെ ഖുർആൻ എടുക്കുക, എന്നിട്ട് അന്നത്തെ ഖുർആൻ എടുക്കുക, അന്നത്തെ ലെറ്ററുകൾ എടുക്കുക, ഇന്നത്തെ മുസാഫ് എടുക്കുക, രണ്ടും കൂടി ഒത്തു നോക്കുക. അവിടെ ആ ഇല്ല, ഇവിടെ ഈ ഇല്ല. ഇതാണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ. ഇതിനെയൊക്കെ അറിയാവുന്ന പ്രൊഫസേഴ്സ് ആണ്, അല്ലെങ്കിൽ അറിയാവുന്ന ചരിത്ര പണ്ഡിതന്മാരാണ് ഈ പറഞ്ഞ ഞാൻ വായിച്ച 5 പേരും പിന്നെ അതിനു മുമ്പ് തന്ന ഒരു 15 പേര്, അതിൽ കൂടുതൽ ഒരുപാട് പേരുണ്ട്. ഈ ചരിത്ര പണ്ഡിതന്മാരെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഇവരെയൊക്കെ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ ആർഗ്യുമെന്റുകളായിട്ടും ഇവരെങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് ഇതിനെ തെളിയിച്ചതെന്നും ഇതിന്റെ ശാസ്ത്രീയമായ തെളിവുകൾ എന്താണ് എന്നും അവരുടെ നിഗമനങ്ങൾ എന്താണെന്നും ഓരോ പണ്ഡിതന്മാരെയും നമുക്കെടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും മുസ്ലിങ്ങളല്ല കേട്ടോ. ഇതൊക്കെ ഓറിയന്റലിസ്റ്റും ഇവിടെ വില്യമൂർ പറഞ്ഞല്ലോ, വില്യമൂറിനെ കുറിച്ച് ഞാൻ വില്യമൂർ എന്തോ വലിയ കാര്യത്തിൽ പറഞ്ഞു. പറഞ്ഞോ വില്യമൂറിന്റെ കാര്യവും ഞാൻ വേണമെങ്കിൽ റിട്ടേൺ സെക്ഷനിൽ നിങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് ഞാനത് ഇൻഷാ അല്ലാഹ് പറയാം. ഓക്കെ, ഞാൻ ഈ കാര്യത്തില് എന്റെ ഈ വിഷയാവതരണം ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം. ഓക്കെ 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 20 minutes ബ്രേക്ക് എത്ര? വേണ്ട, ഇതിന് ബ്രേക്കിന്റെ ആവശ്യമില്ല. വേണ്ട, ബ്രേക്കിന്റെ ആവശ്യമില്ല. ഞാൻ ഓക്കെ. നിസ്കരിക്കാൻ പോകാനാണ് 10 മിനിറ്റ് ചോദിച്ചത്. അതിന് വേണ്ടിയിട്ടാണ്. അത് പരിപാടി ഇല്ല കേട്ടോ. 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എനിക്ക് വേണ്ടിയാണ് 10 മിനിറ്റ് വെച്ചത്. ഡിബേറ്റ് വ്യവസ്ഥയിൽ 10 മിനിറ്റ് ഇല്ല, അത് എനിക്ക് വേണ്ടിയാ സുഹൃത്തെ, എനിക്ക് വേണ്ട. അത് നമ്മൾ ഡിബേറ്റസിലേക്ക് എഗ്രി ചെയ്തതാണ് 10 മിനിറ്റ്. ബ്രോ, അത് എനിക്ക് വേണ്ടിയായിരുന്നു. എനിക്ക് സെബാസ്റ്റി ഇവിടെ ഉണ്ടോ? സെബാസ്റ്റി എനിക്ക് വേണ്ടിയായിരുന്നു. അത് എനിക്ക് വേണ്ടിയായിരുന്നു. അത് എനിക്ക് വേണ്ടിയായിരുന്നു. എനിക്ക് വേണ്ടത്. എനിക്ക് മെയിൻ മോഡറേറ്റർ പറയണ്ട. അത് എനിക്ക് വേണ്ടി വെച്ചതാണ്, അബ്ദുളിന് വേണ്ടിയല്ല. എനിക്കത് വേണ്ട. ഇല്ല, എനിക്ക് വേണ്ട. 10 മിനിറ്റ് എനിക്ക് വേണ്ടിയായിരുന്നു. കാരണം അയാൾ പ്രസന്റ് ചെയ്തതിനു ശേഷം എനിക്ക് 10 മിനിറ്റ് വേണം, അതുകൊണ്ട് തരാമോ എന്ന് ചോദിച്ചപ്പോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ്.